2021 KS പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ ഉണ്ടാവുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആദ്യ KS പ്രിലിമിനറി പരീക്ഷയിൽ 263-ലധികം വിദ്യാർത്ഥികളെ വിജയിപ്പിച്ച കേരളത്തിലെ ഏക സ്ഥാപനം. UPSC മോഡലിലുള്ള ഈ പരീക്ഷയ്ക്ക് വേണ്ടി പരിശീലനം ആരംഭിക്കാൻ നോട്ടിഫിക്കേഷൻ വരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കരുത്. നിങ്ങളുടെ പരിശീലനം എത്രയും വേഗം ആരംഭിക്കും. കേരളത്തിലെ ഏറ്റവും മികച്ച കോച്ചിംഗ് സ്ഥാപനത്തിനൊപ്പം ക്ലാസുകൾ ഡിസംബർ ആദ്യവാരം ആരംഭിക്കുന്നു. Welcome to KAS Mentor, where your dream job is just another reality. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ എക്കണോമിയുമായി ബന്ധപ്പെട്ട് ഈ അടുത്തിടെ വാർത്തകൾ നിറഞ്ഞ ആത്മനിർഭർ ഭാരത് അഭിയാനെ പറ്റിയാണ്. നമസ്കാരം. KAS Mentor അവതരിപ്പിക്കുന്ന മെയിൻസ് ആൻസർ ഡിസ്കഷൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ടോപ്പിക്കിൻ്റെ ഡിസ്കഷൻ ഇന്ന് നമ്മൾ നടത്തുന്നത് 3 ചോദ്യങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ടാണ്. ആദ്യമായി ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. First question, what do you mean by Atmanirbhar Bharat Abhiyan recently announced by the central government? This is a 2-mark question. Second question, discuss the various measures announced by the central government through the Atmanirbhar Bharat Abhiyan for stimulating the economy. This is a 10-mark question. And the last question is, analyze the criticisms of Atmanirbhar Bharat Abhiyan announced by the central government, give suggestions for improvement. This is a 5-mark question. ഈ ചോദ്യങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ട് തന്നെ ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്താണെന്നും അവയിൽ വന്ന മെഷേഴ്സ് എന്താണെന്നും അവയുടെ ക്രിറ്റിസിസം എന്താണെന്നും നമുക്ക് നോക്കാം. ആദ്യമായി ഫസ്റ്റ് ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ ആത്മനിർഭർ ഭാരത് അഭിയാൻ റീസെൻ്റ്ലി അനൗൺസ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്? എന്താണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം. നമുക്കറിയാം, COVID-19 പാൻഡമിക് വന്ന ശേഷം ലോകരാജ്യങ്ങളുടെ എല്ലാം സമ്പദ്ഘടന താറുമാറായിരിക്കുകയാണ്. ഈ സാമ്പത്തിക തകർച്ചയിൽ നിന്നും ഇന്ത്യൻ എക്കണോമിയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സെൻട്രൽ ഗവൺമെൻറ് ഒരു സ്പെഷ്യൽ എക്കണോമിക് പാക്കേജ് ഈ കഴിഞ്ഞ മെയ്യിൽ അനൗൺസ് ചെയ്തിരുന്നു. അതാണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ അഥവാ സെൽഫ് റിലയൻറ്റ് ഇന്ത്യ മിഷൻ എന്ന് പറയും. സെൻട്രൽ ഗവൺമെൻറ് ലോഞ്ച് ചെയ്ത ഈ ക്യാമ്പയിനിൽ ഗവൺമെൻറ് ക്ലെയിം ചെയ്യുന്നത് 20 ലക്ഷം കോടിയുടെ എക്കണോമിക് സ്റ്റിമുലസും അതുപോലെ ധാരാളം റിഫോം പ്രപ്പോസൽസുമാണ്. ഈ 20 ലക്ഷം കോടി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ GDPയുടെ ഏകദേശം 10% വരുന്നു. ഇതിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ പാക്കേജ് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ പറഞ്ഞ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ പാക്കേജും RBI എടുത്ത മെഷേഴ്സും ഉൾപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ പ്രകാരം ഈ ആത്മനിർഭർ ഭാരത് അഭിയാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ലാൻഡ്, ലേബർ, ലിക്വിഡിറ്റി ആൻഡ് ലോസ് എന്നിവയാണ്. കൂടാതെ ലേബറേഴ്സിൻ്റെയും മിഡിൽ ക്ലാസിൻ്റെയും കോട്ടേജ് ഇൻഡസ്ട്രിയുടെയും MSMEകളുടെയും മറ്റ് ഇൻഡസ്ട്രീസിൻ്റെയും ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നാണ് ഗവൺമെൻറ് ആത്മനിർഭർ ഭാരത് പാക്കേജ് വഴി അവകാശപ്പെടുന്നത്. അതുകൂടാതെ PM-ൻ്റെ സ്പീച്ചിൽ അദ്ദേഹം സെൽഫ് റിലയൻറ്റ് ഇന്ത്യക്ക് വേണ്ട 5 പില്ലേഴ്സിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 പില്ലേഴ്സിൽ വരുന്നത് എക്കണോമി, ഇൻഫ്രാസ്ട്രക്ചർ, ടെക്നോളജി ഡ്രിവൺ സിസ്റ്റം, ഡെമോഗ്രഫി ആൻഡ് ഡിമാൻഡ് എന്നിവയാണ്. ഈ പാക്കേജിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമനാണ് അനൗൺസ് ചെയ്തത്. 5 ഘട്ടങ്ങളായി വന്ന ഈ പാക്കേജിൽ ഇന്ത്യയിലെ മിക്ക സെക്ടേഴ്സിനെയും ഉൾപ്പെടുത്തിയിരുന്നു. ഇത് 2 മാർക്ക് ചോദ്യമായതുകൊണ്ട് ഇത്രയും ഡീറ്റെയിൽ എഴുതേണ്ട ആവശ്യമില്ല. ആൻസർ എഴുതുമ്പോൾ എന്താണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്ന് എഴുതുക, എന്തിനു വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തു, അത് ഇന്ത്യൻ GDPയുടെ 10% വരുന്ന എക്കണോമിക് റിലീഫ് ആൻഡ് റിഫോം പാക്കേജ് ആണെന്നും എഴുതിയാൽ മതിയാകും. നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ്, ഡിസ്കസ് ദ വേരിയസ് മെഷേഴ്സ് അനൗൺസ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ത്രൂ ദ ആത്മനിർഭർ ഭാരത് അഭിയാൻ ഫോർ സ്റ്റിമുലേറ്റിംഗ് ദ എക്കണോമി. ഇതൊരു 10 മാർക്ക് ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ സ്ട്രക്ചർ ചെയ്ത് വേണം ഈ ആൻസർ എഴുതാനായിട്ട്. സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിനൊപ്പം തന്നെ ആത്മനിർഭർ ഭാരത് അഭിയാൻ വഴി ഗവൺമെൻറ് 5 ഘട്ടങ്ങളിലായി അനൗൺസ് ചെയ്ത വിവിധങ്ങളായ മെഷേഴ്സും കൂടെ പറയുന്നതായിരിക്കും. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആത്മനിർഭർ ഭാരത് അഭിയാൻ വഴി ഗവൺമെൻറ് എടുത്ത റിലീഫ് മെഷേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ റിഫോം മെഷേഴ്സ് എന്തൊക്കെയാണെന്നാണ്. ആദ്യം നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാം. എന്തുകൊണ്ട് ആത്മനിർഭർ ഭാരത് അഭിയാൻ വേണ്ടി വന്നു, അല്ലെങ്കിൽ എന്താണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്ന് എഴുതാം. അത് കഴിഞ്ഞ് വിവിധ ഘട്ടങ്ങളിൽ
വിവിധ സെക്ടേഴ്സിന് വേണ്ടി ഗവൺമെൻറ് നടത്തിയ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതാം. ഞാൻ ആൻസർ ഡിസ്കസ് ചെയ്യുമ്പോൾ ആത്മനിർഭർ ഭാരത് അഭിയാൻ വഴി ഗവൺമെൻറ് 5 ഘട്ടങ്ങളിൽ കൊണ്ടുവന്ന മിക്ക മെഷേഴ്സും പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആൻസർ എഴുതുമ്പോൾ ഫിൽട്ടർ ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മോസ്റ്റ് റിലവൻറ്റ് പോയിൻറ്റ്സ് സെലക്ട് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. ആദ്യമായി ഫസ്റ്റ് ട്രാഞ്ച് ഓഫ് മെഷേഴ്സ് അല്ലെങ്കിൽ ആദ്യ ഘട്ടത്തിൽ ഗവൺമെൻറ് അനൗൺസ് ചെയ്ത മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യ ഘട്ടത്തിൽ മെയിൻലി എയിം ചെയ്യുന്നത് MSME സെക്ടേഴ്സ്, ചെറുകിട സ്ഥാപനങ്ങൾ, അതുപോലെ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ്, ടാക്സ് പേയേഴ്സ് എന്നിവരെയാണ്. അതിൽ MSMEയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത് MSMEs ആണ്. അതുപോലെ ഇന്ത്യയുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനും വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ് MSME സെക്ടേഴ്സ്, ചെറുകിട സംരംഭങ്ങൾ എന്ന് പറയുന്നത്. ഈ കോവിഡ് ടൈമിൽ മിക്ക MSMEകളുടെയും എക്കണോമിക് കണ്ടീഷൻസ് വീക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഗവൺമെൻറ് ഫോക്കസ് ചെയ്തത് MSMEകളുടെ പുനരുജ്ജീവനത്തിന് വേണ്ടിയായിരുന്നു, MSMEകളെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. MSMEകൾക്ക് വേണ്ടി ആത്മനിർഭർ ഭാരത് അഭിയാനിൽ ഗവൺമെൻറ് കൊണ്ടുവന്ന മെഷേഴ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം പറയേണ്ടത് 3 ലക്ഷം കോടി രൂപയുടെ കൊളാട്രൽ ഫ്രീ ലോണ് MSMEകൾക്ക് ഉറപ്പുവരുത്തുമെന്ന് ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരുന്നു. 4 വർഷമായിരിക്കും ഈ ലോണുകളുടെ കാലാവധി. അതിൽ ആദ്യത്തെ 12 മാസത്തെ പേയ്മെൻറ്റിന് മൊറട്ടോറിയവും ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരുന്നു. ഇതുവഴി MSMEകളുടെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ അവർക്ക് റോ മെറ്റീരിയൽസ് വാങ്ങിക്കാനും പെൻഡിങ് ആയിട്ടുള്ള ബിൽസ് കൊടുത്തു തീർക്കാനും ഈ പറഞ്ഞ ലോണ് അവരെ സഹായിക്കുമെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അതുപോലെ നമുക്കറിയാം മിക്ക MSMEസിനും ഓൾറെഡി ബാങ്കുകളിൽ ലോൺ ഉണ്ടായിരിക്കും. ഈ ലോൺ എടുക്കുന്നതിന് വേണ്ടി അവർ ഓൾറെഡി അവരുടെ കയ്യിലുള്ള കൊളാട്രൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ കൊളാട്രൽ വെച്ച് ലോൺ എടുക്കാൻ അവർക്ക് കഴിവുണ്ടാവില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പറഞ്ഞ 3 ലക്ഷം കോടി രൂപയിൽ ഗവൺമെൻറ്റാണ് ഗ്യാരണ്ടി നിൽക്കുന്നത്. ഗവൺമെൻറ് ഈ ലോണുകളുടെ മേലെ ഗ്യാരണ്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ ബാങ്കുകൾക്ക് ഈ ലോൺ കൊടുക്കുന്നത് റിസ്ക് ഫ്രീ ആയിരിക്കും. ഏകദേശം 45 ലക്ഷത്തോളം MSMEസിന് ഈ ലോൺ സ്കീം വഴി ബെനിഫിറ്റ് കിട്ടുമെന്നാണ് ഗവൺമെൻറ് കരുതുന്നത്. അതുകൂടാതെ ഈ സ്കീം ഒക്ടോബർ 31 വരെ ഓപ്പൺ ആയിരിക്കും. അതുപോലെ തന്നെ കാലാകാലങ്ങളായി MSMEs ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒന്നായിരുന്നു റിവിഷൻ ഇൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് MSMEs. നേരത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ടേൺ ഓവർ കണ്ടീഷൻ ഉപയോഗിക്കുകയും ഇതിൻ്റെ ലിമിറ്റ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു. പുതിയ ക്ലാസിഫിക്കേഷൻ പ്രകാരം 1 കോടി വരെ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ 5 കോടി വരെ ടേൺ ഓവറുമുള്ള സ്ഥാപനങ്ങൾ മൈക്രോ എൻ്റർപ്രൈസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. അതുപോലെ 10 കോടി വരെ ഇൻവെസ്റ്റ്മെൻറ്റും 50 കോടി വരെ ടേൺ ഓവറുമുള്ള സ്ഥാപനങ്ങൾ സ്മോൾ എൻ്റർപ്രൈസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അതുപോലെ 50 കോടി വരെ ഇൻവെസ്റ്റ്മെൻറ്റും 250 കോടി വരെ ടേൺ ഓവറുമുള്ള സ്ഥാപനങ്ങൾ മീഡിയം എൻ്റർപ്രൈസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യപ്പെടുന്നു. ഈ പാക്കേജ് പ്രഖ്യാപിച്ചപ്പോൾ മീഡിയം എൻ്റർപ്രൈസിൻ്റെ ക്ലാസിഫിക്കേഷൻ വേറെ ആയിരുന്നു. അതിൻ്റെ ടേൺ ഓവറും ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റും വ്യത്യാസം ഉണ്ടായിരുന്നു. അത് പിന്നീട് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഗവൺമെൻറ് പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കിയിരുന്നു. ഇതുകൂടാതെ മാനുഫാക്ചറിംഗ് മേഖലയിലെയും സർവീസ് മേഖലയിലെയും MSMEകൾക്ക് വ്യത്യസ്ത ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ ആയിരുന്നു ഗവൺമെൻറ് ഇതുവരെ ഉപയോഗിച്ചിരുന്നത്. പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം മാനുഫാക്ചറിംഗ് മേഖലയിലുള്ള MSMEകൾക്കും സർവീസ് മേഖലയിലുള്ള MSMEകൾക്കും സെയിം ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ 200 കോടി രൂപ വരെയുള്ള ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ്സിന് ഗ്ലോബലി ടെൻഡർ വിളിക്കില്ലെന്നും ഡൊമസ്റ്റിക് ഫേംസിനെ മാത്രമേ ആശ്രയിക്കുള്ളൂ എന്നും ഗവൺമെൻറ് അനൗൺസ് ചെയ്യുകയുണ്ടായി. ഇത് MSMEകൾക്ക് ഒരു ബൂസ്റ്റ് ആയിരിക്കും. ഇതുകൂടാതെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ NPS കൂടുതലുള്ള 2 ലക്ഷം വരുന്ന MSMEകൾക്ക് 20,000 കോടി രൂപയുടെ ഒരു സബോർഡിനേറ്റ് ഡെറ്റ് പാക്കേജും ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരുന്നു. ഇതൊക്കെയാണ് ആദ്യഘട്ടത്തിൽ MSMEകൾക്ക് വേണ്ടി ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത മെഷേഴ്സ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ ടാക്സ് പേയേഴ്സിന് വേണ്ടി ചില ബെനിഫിറ്റ്സ്, ചില അനൗൺസ്മെൻറ്റ് ഗവൺമെൻറ് നടത്തിയിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ടാക്സ് പേയേഴ്സിന് വേണ്ടി ആദ്യഘട്ടത്തിൽ ഗവൺമെൻറ് അനൗൺസ് ചെയ്ത മെഷേഴ്സ് എന്തൊക്കെയാണെന്നാണ്. അതിലാദ്യം പറയേണ്ടത് 2019-20 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ ഡ്യൂ ഡേറ്റ് ഗവൺമെൻറ് നവംബർ 2020 വരെ
എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. ഇതുകൂടാതെ TDS ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സും TCS ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സും ഇതിൻ്റെ റേറ്റ് അടുത്ത ഒരു വർഷത്തേക്ക് 25% റെഡ്യൂസ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചു. പിന്നെ പറയേണ്ട ഒരു കാര്യം, എംപ്ലോയിയും എംപ്ലോയറും നടത്തേണ്ട സ്റ്റാറ്റ്യൂട്ടറി PF കോൺട്രിബ്യൂഷൻ 12% നിന്ന് 10% ആയിട്ട് നെക്സ്റ്റ് 3 months റെഡ്യൂസ് ചെയ്തു. അതായത് ഓഗസ്റ്റ് വരെ ഈ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി PF കോൺട്രിബ്യൂഷൻ എംപ്ലോയിയും എംപ്ലോയറും നടത്തേണ്ട സ്റ്റാറ്റ്യൂട്ടറി PF കോൺട്രിബ്യൂഷൻ 12% നിന്ന് 10% ആയിട്ട് റെഡ്യൂസ് ചെയ്തു. ഇതുവഴി ആളുകളുടെ കയ്യിൽ കൂടുതൽ മണി എത്തുമെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ഇതിൻ്റെ ഒരു ക്രിറ്റിസിസം ഉണ്ട്, അത് നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അതുപോലെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന വഴി സ്മോൾ യൂണിറ്റ്സിൽ വർക്ക് ചെയ്യുന്ന ലോ ഇൻകം വർക്കേഴ്സിൻ്റെ EPF കോൺട്രിബ്യൂഷൻ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഗവൺമെൻറ് ആണ് പ്രൊവൈഡ് ചെയ്തത്. ടോട്ടൽ 24% ആണ് EPF കോൺട്രിബ്യൂഷൻ. 24 എന്ന് പറയുമ്പോൾ 12% സ്റ്റാറ്റ്യൂട്ടറി കോൺട്രിബ്യൂഷൻ ടു ബി മെയ്ഡ് ബൈ എംപ്ലോയർ ആൻഡ് ദ റെസ്റ്റ് 12% സ്റ്റാറ്റ്യൂട്ടറി കോൺട്രിബ്യൂഷൻ ടു ബി മെയ്ഡ് ബൈ എംപ്ലോയി ആണ്. എംപ്ലോയിയും അതുപോലെ എംപ്ലോയർ നൽകേണ്ട സ്റ്റാറ്റ്യൂട്ടറി EPF കോൺട്രിബ്യൂഷൻ കമ്പൈൻ ചെയ്തുകൊണ്ട് 24% ഗവൺമെൻറ് ആണ് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ പ്രൊവൈഡ് ചെയ്തത്. ഇത് അടുത്ത 3 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചു. അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. ഇത് ഏകദേശം 72 ലക്ഷത്തോളം എംപ്ലോയീസിനെയാണ് ഈ പറഞ്ഞ കോൺട്രിബ്യൂഷൻ വഴി സഹായമാകുന്നത്. ഇത് നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. ആളുകളുടെ കയ്യിൽ ലിക്വിഡിറ്റി എത്താനായിട്ട് ഈ പറഞ്ഞ പദ്ധതി സഹായിക്കുന്നതാണ്. ഇതിൽ ലോ ഇൻകം വർക്കേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് 15,000 രൂപ വരെ മന്ത്ലി ഇൻകം ഉള്ള അല്ലെങ്കിൽ മന്ത്ലി സാലറി ഉള്ള വർക്കേഴ്സാണ്. അതുപോലെ സ്മോൾ യൂണിറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് 100 വർക്കേഴ്സിനെ വരെ എംപ്ലോയ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. അല്ലാതെയുള്ള പ്രൈവറ്റ് എംപ്ലോയീസിൻ്റെയും എംപ്ലോയറുടെയും കണ്ടീഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് സ്റ്റാറ്റ്യൂട്ടറി PF കോൺട്രിബ്യൂഷൻ 12 നിന്ന് 10 ആയിട്ട് റെഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞത്. അതിൽ എംപ്ലോയർ നൽകേണ്ട കോൺട്രിബ്യൂഷൻ 12 നിന്ന് 10 ആവുകയും അതുപോലെ എംപ്ലോയി നൽകേണ്ട സ്റ്റാറ്റ്യൂട്ടറി PF കോൺട്രിബ്യൂഷൻ 12 നിന്ന് 10 ആവുകയും ചെയ്യുന്നു. അങ്ങനെ ടോട്ടൽ 20% ആയിട്ട് EPF കോൺട്രിബ്യൂഷൻ കുറയുന്നതാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഏകദേശം 4.3 കോടി ആളുകളെയാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്. അതുപോലെ 6.5 lakh എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിനെയും ഈ പറഞ്ഞ PF കോൺട്രിബ്യൂഷനിലെ ഡിഡക്ഷൻ സഹായിക്കുമെന്നാണ് ഗവൺമെൻറ് വിലയിരുത്തൽ. ഈ റിഡക്ഷൻ പ്രകാരം 6,750 കോടി രൂപയുടെ ലിക്വിഡിറ്റി മാർക്കറ്റിൽ ഇറങ്ങുമെന്നാണ് ഗവൺമെൻറ് കണക്കുകൂട്ടുന്നത്. ഇതിൻ്റെ ഒരു ക്രിറ്റിസിസം ഉണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം. ഇനി നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദ മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ഫോർ സപ്പോർട്ടിംഗ് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ്, ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ്. ഈ COVID-19 ക്രിയേറ്റ് ചെയ്ത എക്കണോമിക് ക്രൈസിസ് മൂലം ലോവർ ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള NBFCസിന് മണി റേസ് ചെയ്യാനായിട്ട് ഇഷ്യൂ നേരിട്ടു. ഇത് മറികടക്കാൻ വേണ്ടി 30,000 കോടി രൂപയുടെ ഒരു സ്പെഷ്യൽ ലിക്വിഡിറ്റി സ്കീം ഗവൺമെൻറ് അനൗൺസ് ചെയ്യുകയുണ്ടായി. അതുവഴി നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് ഡെറ്റ് പേപ്പറിൽ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് ഡെറ്റ് പേപ്പറിൽ ഗവൺമെൻറ് ഫുള്ളി ഗ്യാരണ്ടി നിൽക്കുന്നതായിരിക്കും. കൂടാതെ ഇത് കസ്റ്റമേഴ്സിൻ്റെ NBFCയിലുള്ള കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാവും. ഇതുകൂടാതെ 45,000 കോടി രൂപയുടെ ഒരു പാർഷ്യൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമും ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരുന്നു. ഇത് മെയിൻലി ഫോർ ഇംപ്രൂവിങ് ദ ലിക്വിഡിറ്റി ഓഫ് NBFCs ആണ്. ഡെറ്റ് പേപ്പേഴ്സ് വഴി NBFCസിൻ്റെ ലിക്വിഡിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ പറഞ്ഞ പാർഷ്യൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമും ഗവൺമെൻറ് അനൗൺസ് ചെയ്തത്. ഇതുപോലെ തന്നെ ക്രൈസിസ് നേരിട്ട മറ്റൊരു സ്ഥാപനമാണ് പവർ ഡിസ്കോംസ് അഥവാ പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് എന്ന് പറയുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയും പവർ ജനറേഷൻ കമ്പനിയും രണ്ടും സെയിം ആണ് അല്ലേ. KCBN ആണ് പവർ ജനറേറ്റ് ചെയ്യുന്നത്, KCBN ആണ് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. എന്നാൽ നേരെ മറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയും പവർ ജനറേഷൻ കമ്പനിയും രണ്ടാണ്. അതുകൊണ്ട് തന്നെ കോവിഡ് സമയത്ത് ഉണ്ടായ ഇടിവ് മൂലം, എക്കണോമിക് ക്രൈസിസ് മൂലം പവർ ഡിസ്കോംസിന് പവർ ജനറേഷൻ കമ്പനിക്കുള്ള ഡ്യൂസ് കൊടുത്തു തീർക്കാൻ കഴിഞ്ഞില്ല. നമുക്കറിയാം കോവിഡ് സമയത്ത് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി എല്ലാം ലോ ആയിരുന്നു. മോസ്റ്റ് ഓഫ് ദ ഇൻഡസ്ട്രീസും ലോക്ക്ഡ് ആയിരുന്നു.
സോ ഇൻഡസ്ട്രീസിനുള്ള പവർ ഡിമാൻഡ് വലിയ രീതിയിൽ ഒരു കുറവുണ്ടായിരുന്നു മാർച്ച് ഏപ്രിൽ മെയ് കാലങ്ങളിൽ. ഇതുകൊണ്ട് തന്നെ പവർ ഡിസ്കോംസിന് പവർ ജനറേഷൻ കമ്പനിക്കുള്ള ഡ്യൂ കൊടുക്കാനായിട്ട് സാധിച്ചില്ല. ഇതുപോലെ കൺസ്യൂമർ ബില്ലിങ്ങിലുള്ള ഇഷ്യൂസ് ഇവയെല്ലാം പവർ ഡിസ്കോംസിൻ്റെ റവന്യൂവിനെ ബാധിച്ചു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസിന് കൺസ്യൂമേഴ്സിൻ്റെ നിന്ന് കിട്ടാനുള്ള റിസീവബിൾസ് ഗ്യാരണ്ടി ആക്കി വെച്ചുകൊണ്ട് 90,000 കോടി രൂപയുടെ ലിക്വിഡിറ്റി പവർ ഫിനാൻസ് കോർപ്പറേഷൻ വഴിയും റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ വഴിയും ഇൻജക്ട് ചെയ്യാനായിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചു. ഈ പറഞ്ഞ 90,000 കോടി രൂപ പവർ ഡിസ്കോംസിന് കൊടുക്കുന്നത് വഴി അവർക്ക് പവർ ജനറേഷൻ കമ്പനീസിനുള്ള ഡ്യൂസ് കൊടുത്തു വെക്കാനായിട്ട് കഴിയുമെന്നാണ് ഗവൺമെൻറ് അനലൈസ് ചെയ്യുന്നത്. ഇതിനുവേണ്ടി റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഗ്യാരണ്ടി നിൽക്കണമെന്നും സെൻട്രൽ ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരുന്നു. സോ 90,000 crore പവർ ഫിനാൻസ് കോർപ്പറേഷൻ വഴിയും റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ വഴിയും സെൻട്രൽ ഗവൺമെൻറ് ഡിസ്കോംസിലേക്ക് ഇൻഫ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി റിയൽ എസ്റ്റേറ്റ് മേഖല നോക്കുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ രജിസ്ട്രേഷൻ, അതുപോലെ റെറ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ അതോറിറ്റിയുടെ കീഴിലുള്ള റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ട്സിൻ്റെ കംപ്ലീഷൻ ഡേറ്റ് ഇവയെല്ലാം എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് സെൻട്രൽ ഗവൺമെൻറ് അഡ്വൈസ് ചെയ്യുകയുണ്ടായി. ദീസ് ആർ ദ വേരിയസ് മെഷേഴ്സ് announced by the central government during the first tranche of ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്ന് പറയുന്നത്. നമുക്കിനി സെക്കൻഡ് ട്രാഞ്ച് അഥവാ രണ്ടാം ഘട്ടത്തിൽ എന്തൊക്കെ അനൗൺസ്മെൻ്റ് ആണ് സെൻട്രൽ ഗവൺമെൻറ് നടത്തിയതെന്ന് നോക്കാം. ആത്മനിർഭർ ഭാരത് അഭിയാൻ്റെ രണ്ടാം ഘട്ടത്തിൽ ഗവൺമെൻറ് മെയിൻലി എയിം ചെയ്യുന്നത് പാവപ്പെട്ട ആളുകളുടെ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ്. അതിൽ ഫോക്കസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈഗ്രൻ്റ് വർക്കേഴ്സ്, അതുപോലെ ഫാമേഴ്സ് എന്നിവരാണ്. മൈഗ്രൻ്റ് വർക്കേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ റേഷൻ കാർഡ് ഇല്ലാത്ത മൈഗ്രൻ്റ് വർക്കേഴ്സിന് ഫ്രീ ഫുഡ് ഗ്രെയിൻസ് അടുത്ത 2 മാസത്തേക്ക് വേണ്ടി ഗവൺമെൻറ് അനുവദിക്കുന്നുണ്ട്. 3,500 കോടി രൂപയാണ് ഇതിനുവേണ്ടി ഗവൺമെൻറ് വകമാറ്റുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഡേറ്റ പ്രകാരം ഏകദേശം 8 കോടിയോളം മൈഗ്രൻ്റ് വർക്കേഴ്സ് ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അഥവാ പൊതുവിതരണ സംവിധാനത്തിൽ പങ്കെടുക്കാത്തവരാണ്, അഥവാ റേഷൻ കാർഡ് ഇല്ലാത്ത ആൾക്കാരാണ്. ഇവരെ എയിം ചെയ്തിട്ടാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് ഗവൺമെൻറ് ലോഞ്ച് ചെയ്തത്. ഇത് പ്രകാരം റേഷൻ കാർഡ് ഇല്ലാത്ത അല്ലെങ്കിൽ PDS ഉൾപ്പെടാത്ത മൈഗ്രൻ്റ് വർക്കേഴ്സിന് 5 കിലോ ഗ്രെയിൻസ് പെർ പേഴ്സണും, അതുപോലെ ഫാമിലി എടുത്തു കഴിഞ്ഞാൽ 1 കിലോ ചന പെർ ഫാമിലി പെർ മന്ത് 2 മാസത്തേക്ക് ഗവൺമെൻറ് അനുവദിക്കുകയുണ്ടായി. ഇതുകൂടാതെ 1 നേഷൻ 1 റേഷൻ കാർഡ് സ്കീം 2021 മാർച്ചോട് കൂടി 100% നാഷണലി കവർ ചെയ്യുമെന്ന് ഗവൺമെൻറ് പറയുകയുണ്ടായി. നോക്കുവാണെങ്കിൽ ഗവൺമെൻറ് നേരത്തെ അനൗൺസ് ചെയ്ത ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു 1 നേഷൻ 1 റേഷൻ കാർഡ് സ്കീം. ഇത് പ്രകാരം ഇതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മിക്ക സ്റ്റേറ്റ്സും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ 23 സ്റ്റേറ്റ്സ് ഈ പറഞ്ഞ 1 നേഷൻ 1 റേഷൻ കാർഡ് സ്കീമിൽ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ 67 കോടിയോളം ആളുകളാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം PDSൻ്റെ ഉപഭോക്താക്കളായിട്ടുള്ളത്. ഇവർക്ക് എവിടെ നിന്നും ഏത് സംസ്ഥാനത്ത് നിന്നും PDS ഉൽപ്പന്നങ്ങൾ വാങ്ങാനായിട്ട് കഴിയുന്നതാണ് 1 നേഷൻ 1 റേഷൻ കാർഡ് സ്കീം എന്ന് പറഞ്ഞാൽ. ഇത് 100% അടുത്ത വർഷത്തോടു കൂടി അച്ചീവ് ചെയ്യുമെന്നാണ് ഗവൺമെൻറ് അനൗൺസ് ചെയ്തത്. മറ്റൊരു ഇനിഷ്യേറ്റീവാണ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഫോർ മുദ്ര ശിശു ലോൺസ്. അതായത് 2% ഇൻട്രസ്റ്റ് സബ്വെൻഷനാണ് മുദ്ര ശിശു ലോൺസിന് ഗവൺമെൻറ് അനൗൺസ് ചെയ്തത്. ഏകദേശം 15,000 കോടി രൂപയാണ് ഇതിനുവേണ്ടി ഗവൺമെൻറ് വകയിരുത്തിയത്. നമുക്കറിയാം മുദ്ര യോജന വഴി 3 തരത്തിലുള്ള ലോണാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ശിശു, മറ്റൊന്ന് കിഷോർ, മറ്റൊന്ന് തരുൺ. ശിശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 രൂപ വരെയുള്ള ലോണാണ് ശിശു ലോണിൽ ഉൾപ്പെടുന്നത്. കിഷോറിൽ വരുന്നത് 50,000 മുതൽ 5 ലക്ഷം വരെയുള്ള ലോണുകളാണ് കിഷോർ വരുന്നത്. തരുൺ എന്ന് പറയുമ്പോൾ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള ലോണുകളാണ് തരുൺ വരുന്നത്. ഇതിൽ ശിശു ലോൺസിനാണ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഗവൺമെൻറ് അനൗൺസ് ചെയ്തത്. ഇത് കൂടാതെ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൽ അഫോർഡബിൾ ആയിട്ടുള്ള റെൻ്റൽ ഹൗസിംഗ് കോംപ്ലക്സുകൾ പ്രധാനമന്ത്രി ആവാസ് യോജന സ്കീം വഴി നിർമ്മിക്കുമെന്ന് ഗവൺമെൻറ് അനൗൺസ് ചെയ്യുകയുണ്ടായി. ഇതുകൂടാതെ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ മിഡിൽ ഇൻകം ഫാമിലീസിന് നൽകിയിരുന്ന ഹൗസിംഗ് സബ്സിഡി സ്കീം അടുത്ത വർഷം മാർച്ച് 2021 വരെ എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് ഗവൺമെൻറ് അനൗൺസ് ചെയ്തു. സ്ട്രീറ്റ് വെൻഡേഴ്സിന് ആക്സസ് ടു ക്രെഡിറ്റ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് 5,000 കോടി രൂപയുടെ ഒരു സ്കീം ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരുന്നു. 10,000 രൂപ വരെയുള്ള ലോണുകൾ സ്ട്രീറ്റ് വെൻഡേഴ്സിന്
ഇനിഷ്യൽ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കൊടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവാണ് ഇത്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ ഉൾപ്പെടുന്ന 2.5 കോടിയോളം വരുന്ന ബെനിഫിഷ്യറീസിന് 2 ലക്ഷം കോടിയുടെ കൺസെഷണൽ ക്രെഡിറ്റ് ഉറപ്പുവരുത്തുമെന്ന് ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരുന്നു. ഇനി എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ്റെ ക്രൈറ്റീരിയ വരുമ്പോൾ റിട്ടേണിംഗ് ആയിട്ടുള്ള മൈഗ്രൻസിന് നേറ്റീവ് പ്ലേസിൽ തൊഴിൽ ഉറപ്പുവരുത്തുന്നതിനായിട്ട് MG നരേഗ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് അത് വിപുലീകരിക്കാൻ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനോട് അഡ്വൈസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ട്രൈബൽസിൻ്റെയും ആദിവാസികളുടെയും എംപ്ലോയ്മെൻറ്റ് ഉറപ്പുവരുത്തുന്നതിനായിട്ട് ക്യാമ്പ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 6000 കോടി രൂപ ഗവൺമെൻറ് വകയിരുത്തിയുണ്ടായി. ക്യാമ്പ എന്ന് പറഞ്ഞാൽ കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് മാനേജ്മെൻറ്റ് ആൻഡ് പ്ലാനിംഗ് അതോറിറ്റി എന്നാണ്. സോ ഇത് പ്രകാരം അഫോറസ്റ്റേഷൻ, പ്ലാന്റേഷൻ വർക്ക്സ്, ഫോറസ്റ്റ് മാനേജ്മെൻറ്റ്, മോയ്സ്ചർ കൺസർവേഷൻ വർക്ക്സ് മുതലായ വർക്കുകൾ ഫോറസ്റ്റ് ഏരിയയിൽ നടത്തുമെന്നും ഈ പറഞ്ഞ ട്രൈബൽസിനും ആദിവാസികൾക്കും എംപ്ലോയ്മെൻറ്റ് ഉറപ്പുവരുത്തുമെന്നും ഗവൺമെൻറ് സെക്കൻഡ് പാക്കേജിൽ അനൗൺസ് ചെയ്യുകയുണ്ടായിരുന്നു. ഇതുകൂടാതെ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിലേക്ക് 11,000 കോടി അഥവാ 11,000 crore റുപ്പീസ് മൈഗ്രൻസിന് ഷെൽട്ടർ നിർമ്മിക്കാനും അതുപോലെ അവരുടെ വെൽഫെയർ ആക്ടിവിറ്റീസിന് വേണ്ടി ഗവൺമെൻറ് അനുവദിക്കുകയുണ്ടായിരുന്നു. These are the main initiatives announced by the central government in the second part of the economic stimulus package. അടുത്തതായി ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമായി 3ാമത്തെ ഘട്ടത്തിൽ ഗവൺമെൻറ് അനൗൺസ് ചെയ്ത മെഷേഴ്സ് എന്തൊക്കെയെന്ന് നോക്കാം. 3ാമത്തെ ഘട്ടം മെയിൻലി ഫോക്കസ് ചെയ്തത് അഗ്രികൾച്ചർ, അഗ്രി മാർക്കറ്റിംഗ് റിഫോംസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രെങ്തനിങ് എന്നിവയാണ്. ഇതിൽ 1 ലക്ഷം കോടി രൂപ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്സിനും അതുപോലെ ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസിനും അതുപോലെ അഗ്രികൾച്ചർ ഓണ്ടർപ്രണേഴ്സിനും സ്റ്റാർട്ടപ്പുകൾക്കും ഫാം ഗേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്താനായി ഗവൺമെൻറ് അനൗൺസ് ചെയ്തു. ഫാം ഗേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുന്ന വഴി റീറ്റെയിലേഴ്സിനെ ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് കൺസ്യൂമേഴ്സിലേക്ക് സാധനങ്ങൾ വിൽക്കാനായി ഫാമേഴ്സിന് കഴിയുന്നതായിരിക്കും. അതുപോലെ മൈക്രോ ഫുഡ് എൻ്റർപ്രൈസ് ഫോർമലൈസ് ചെയ്യാനും ക്ലസ്റ്റർ ബേസ്ഡ് ഫാമിംഗ് പ്രൊമോട്ട് ചെയ്യാനും 10,000 കോടി രൂപ അനുവദിച്ചു. കൂടാതെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന വഴി 20,000 കോടി രൂപ ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരുന്നു. നോക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന ഗവൺമെൻറ് നേരത്തെ അനൗൺസ് ചെയ്ത സ്കീമാണ്. ഈ സ്കീമിലേക്കാണ് ഗവൺമെൻറ് 20,000 കോടി രൂപ അനുവദിക്കുന്നത്. ഇതുവഴി 70 lakh ടൺ അഡീഷണൽ ഫിഷ് പ്രൊഡക്ഷൻ അടുത്ത 5 വർഷം കൊണ്ട് നേടാനാവുമെന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. ഇതുകൂടാതെ കാറ്റിൽസ്, ബഫലോസ്, ഷീപ്പ്, പിഗ്, ഗോട്ട് എന്നിവയ്ക്ക് 100% വാക്സിനേഷൻ ഉറപ്പുവരുത്തുന്നതിനായി 13,000 കോടി രൂപ ഗവൺമെൻറ് വകയിരുത്തി. ഇതുവഴി ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് പോലുള്ള ഡിസീസുകൾ തുടച്ചു നിൽക്കാനായി ഗവൺമെൻറ് എയിം ചെയ്യുകയാണ്. അതുകൂടാതെ 15,000 കോടി രൂപ ആനിമൽ ഹസ്ബൻഡറി ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്താനായി ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരുന്നു. കൂടാതെ 4,000 കോടി രൂപ ഹെർബൽ കൾട്ടിവേഷന് വേണ്ടി വകയിരുത്തി. ഇതുവഴി 10 ലക്ഷം ഹെക്ടേഴ്സ് ഓഫ് ഹെർബൽ കൾട്ടിവേഷൻ അടുത്ത 2 വർഷം കൊണ്ട് നേടാനാവുമെന്നാണ് ഗവൺമെൻറ് കണക്കുകൂട്ടുന്നത്. അതുപോലെ ബീ കീപ്പിങ്ങിന് വേണ്ടി 500 കോടി രൂപ അനുവദിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവാണ് എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് ഓഫ് 1955 അമെൻഡ് ചെയ്യും എന്ന് പറഞ്ഞത്. നോക്കുകയാണെങ്കിൽ 1955 എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് പ്രകാരം ചില ഐറ്റംസിൻ്റെ സ്റ്റോക്കിംഗ് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ സീരിയൽസ്, എഡിബിൾ ഓയിൽസ്, ഓയിൽ സീഡ്സ്, പൾസസ്, ഓണിയൻ ആൻഡ് പൊട്ടറ്റോ എന്നിവ എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിൽ നിന്നും ഡീറെഗുലേറ്റ് ചെയ്യുമെന്ന് ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരുന്നു. ഈ അമെൻമെൻറ്റ് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഐറ്റംസിന് മേലെ സ്റ്റോക്ക് ലിമിറ്റ് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യില്ല. നാഷണൽ കലാമിറ്റീസ്, ഫാമിൻസ്, എനോർമസ് റൈസ് ഇൻ പ്രൈസ് ഓഫ് ഐറ്റംസ് എന്നിവ വരുമ്പോൾ മാത്രമായിരിക്കും ഈ പറഞ്ഞ ഐറ്റംസിന് മേലെ സ്റ്റോക്ക് ലിമിറ്റ് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം ഡീറെഗുലേറ്റ് ചെയ്ത ഈ ഐറ്റംസിന് മേലെ സ്റ്റോക്ക് ലിമിറ്റ് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യില്ല. പിന്നൊരു ഇനിഷ്യേറ്റീവാണ് എക്സ്പാൻഷൻ ഓഫ് ഓപ്പറേഷൻ ഗ്രീൻസ് ഫ്രം ടോപ്പ് ടു ടോട്ടൽ എന്ന് പറഞ്ഞ 2018-19 ടൊമാറ്റോ, ഓണിയൻ, പൊട്ടറ്റോ എന്നിവയുടെ പ്രൈസ് വോളറ്റിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയും അതുപോലെ ഇവയുടെ അവൈലബിലിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയും ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഇനിഷ്യേറ്റീവായിരുന്നു ഓപ്പറേഷൻ ഗ്രീൻസ്. ടോപ്പ് അതായത് ടൊമാറ്റോ, ഓണിയൻ, പൊട്ടറ്റോ എന്നിവയ്ക്ക് മാത്രമായിരുന്നു ഓപ്പറേഷൻ ഗ്രീൻസ് ഉണ്ടായിരുന്നത്. നിലവിൽ പുതിയ അനൗൺസ്മെൻറ്റ് പ്രകാരം ഈ പറഞ്ഞ ഓപ്പറേഷൻ ഗ്രീൻസ് എല്ലാ പച്ചക്കറിയിലും എല്ലാ ഫ്രൂട്ട്സിനും മേലെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ഇറ്റ് വാസ് എക്സ്പാൻഡഡ് ഫ്രം ടോപ്പ് ടു ടോട്ടൽ ഓൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്.
ഇതുകൂടാതെ മാർക്കറ്റിംഗ് റിഫോംസിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് തലത്തിൽ മെഷേഴ്സ് എടുക്കുമെന്ന് ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരുന്നു. ഇതുവഴി ഫാമേഴ്സിന് അവരുടെ ഇഷ്ടാനുസരണം അവർക്ക് ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രൊഡ്യൂസുകൾ വിൽക്കാനായിട്ട് അവസരം ഒരുക്കുകയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇൻഡർസ്റ്റേറ്റ് ട്രേഡിൽ ഒരു സെൻട്രൽ ലോ കൊണ്ടുവരാനും ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. അതുവഴി ബാരിയർ ഫ്രീ ഇൻഡർസ്റ്റേറ്റ് ട്രേഡ് ഓഫ് ഫാം കമ്മോഡിറ്റീസ് ആൻഡ് ഫാം പ്രൊഡ്യൂസ് നടക്കും. അതുപോലെ ഈ ട്രേഡിങ്ങും ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ ട്രേഡിൽ വരുന്ന ആക്ട് പ്രകാരം പോസിബിൾ ആവും. ഇങ്ങനെ ഒരു ആക്ട് വന്നു കഴിഞ്ഞാൽ നിലവിൽ ചില സംസ്ഥാനങ്ങളിൽ കാണുന്ന മണ്ടി സിസ്റ്റം അഥവാ മാർക്കറ്റ് സിസ്റ്റത്തിൽ നിന്ന് മാറി ഫാമേഴ്സിന് അവരുടെ ഗുഡ്സും അവരുടെ പ്രൊഡ്യൂസുകളും നല്ല വിലക്ക് വിൽക്കാൻ കഴിയുമെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. നോക്കുവാണെങ്കിൽ APMCs ഒക്കെ ഇല്ലേ, അഗ്രികൾച്ചർ പ്രൊഡ്യൂസിംഗ് മാർക്കറ്റിംഗ് കമ്മിറ്റീസ്, ഇതൊക്കെയാണ് ഈ പറഞ്ഞ മണ്ടി സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നത്. നോക്കുവാണെങ്കിൽ ഈ മണ്ടി സിസ്റ്റം പ്രകാരം എന്താ, ഫാമേഴ്സ് അവരുടെ ഗുഡ്സ് സെല് ചെയ്യാനായിട്ട് മണ്ടികളിൽ കൊണ്ടുപോയി വിൽക്കണം. സോ ഇൻഡസ്ട്രി ട്രേഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, റെമ്യൂണറേറ്റീവായിട്ട് അവർക്ക് സാധനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ബാരിയർ ഫ്രീ ആയിട്ട് അയക്കാനും അവരുടെ ഇൻകം ഇൻക്രീസ് ചെയ്യാനും സഹായകമാവുമെന്നാണ് ഗവൺമെൻറ് വിശ്വസിക്കുന്നത്. സോ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ തേർഡ് ട്രാഞ്ചിൽ അല്ലെങ്കിൽ മൂന്നാം ഘട്ടത്തിൽ ഗവൺമെൻറ് മെയിൻലി എയിം ചെയ്യുന്നത് എന്താ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫാം പ്രോസസ്, അതുപോലെ ഈ പറഞ്ഞ അഗ്രികൾച്ചർ വാല്യൂ ചെയിനിൽ ഒരു കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യുക, അതുവഴി വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്യുക, ഫാമേഴ്സിന് ഇൻകം ഇൻക്രീസ് ചെയ്യുക എന്നിവയാണ് ഗവൺമെൻറ് മെയിൻലി എയിം ചെയ്യുന്നത് ഇതുവഴി. ഇതുകൂടാതെ ലോക്ക്ഡൗൺ സമയത്ത് ഗവൺമെൻറ് ധാരാളം മെഷേഴ്സ് ഈ പറഞ്ഞ അഗ്രികൾച്ചർ മേഖലയിൽ എടുക്കുന്നുണ്ടായിരുന്നു. MSP ഈ പറഞ്ഞ 74,300 കോടിയോളം രൂപയുടെ MSP മിനിമം സപ്പോർട്ട് പ്രൈസ് വഴി ഫുഡ് ഗ്രെയിൻസ് ഗവൺമെൻറ് പ്രൊക്യൂർ ചെയ്തിരുന്നു. അതുപോലെ PM കിസാൻ അഥവാ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വഴി ഏകദേശം 18,700 കോടിയോളം രൂപ ഗവൺമെൻറ് ഫാമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദ വേരിയസ് മെഷേഴ്സ് അനൗൺസ് ബൈ ദ ഗവൺമെൻറ് ഇൻ ദ ഫോർത്ത് ട്രാഞ്ച് ഓഫ് ആത്മനിർഭർ ഭാരത് അഭിയാൻ പാക്കേജ് എന്നാണ്. അതായത് നാലാം ഘട്ടത്തിൽ ഗവൺമെൻറ് അനൗൺസ് ചെയ്ത മെഷേഴ്സ് എന്തൊക്കെയാണെന്നാണ്. നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, നാലാം ഘട്ടത്തിൽ ഗവൺമെൻറ് അനൗൺസ് ചെയ്ത മെഷേഴ്സ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് റിഫോംസ് ഇൻ ഇൻഡസ്ട്രീസ് ആണ്, ഇൻഡസ്ട്രിയൽ റിഫോംസ് ആണ്. സോ ഒരു എക്കണോമിക് സ്റ്റിമുലസ് പാക്കേജിനെ അപേക്ഷിച്ച് കൂടുതലും റിഫോമേറ്റീവ് മെഷേഴ്സ് ആണ് ഗവൺമെൻറ് നാലാം ഘട്ടത്തിൽ അനൗൺസ് ചെയ്യുന്നത്. അതിലാദ്യം പറയേണ്ടത് സ്റ്റെപ്സ് ടു ഇൻഡിജനൈസ് ഡിഫൻസ് പ്രൊഡക്ഷൻ ആണ്. നമുക്കറിയാം ഇന്ത്യയുടെ ഡിഫൻസ് വെപ്പൺസ് മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വാങ്ങാറുണ്ട്. സോ എന്ത് ചെയ്യുക, ഇന്ത്യക്ക് സ്വയം നിർമ്മിക്കാൻ പറ്റുന്ന ഡിഫൻസ് വെപ്പൺസും അതുപോലെ പ്ലാറ്റ്ഫോംസും അതൊക്കെ എന്ത് ചെയ്യുക, അത് ബാൻ ചെയ്യുക. നേരെ മറിച്ച് അതിൻ്റെ എല്ലാം പ്രൊഡക്ഷന് ഇന്ത്യയിൽ ഇൻക്രീസ് ചെയ്യുക. ഇതുവഴി എന്ത് പറ്റും, നമ്മുടെ ഡിഫൻസ് ഇമ്പോർട്ട് ബില്ല് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, ബൂസ്റ്റ് ചെയ്യാനും പറ്റുമെന്നാണ് ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്നത്. ഇത് കൂടാതെ പറയട്ടെ, ഡിഫൻസ് മേഖലയിൽ FDI ഉണ്ടല്ലോ, വിദേശ നിക്ഷേപം 49% നിന്ന് 74% ഗവൺമെൻറ് ഇൻക്രീസ് ചെയ്തിരുന്നു. സോ ഇതൊരു ക്രിറ്റിസിസം ആയിരുന്നുണ്ട്, അത് നമുക്ക് പിന്നെ പഠിക്കാം. സോ ഡിഫൻസ് മേഖലയിലെ വിദേശ നിക്ഷേപം 49% നിന്ന് 75% ആയിട്ട് ഇൻക്രീസ് ചെയ്യുമെന്ന് ഗവൺമെൻറ് അനൗൺസ് ചെയ്തു. അതുകൂടാതെ നമ്മുടെ വെപ്പൺസ് ഒക്കെ നിർമ്മിക്കുന്ന ഓർഡിനൻസ് ഫാക്ടറി ബോർഡിനെ കോർപ്പറേറ്റൈസ് ചെയ്യുമെന്നും അതിനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഓട്ടോണമി അതുപോലെ എഫിഷ്യൻസി അക്കൗണ്ടബിലിറ്റി ഇംപ്രൂവ് ചെയ്യുമെന്നും ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരുന്നു. അതുപോലെ വന്ന ഒരു മേജർ അനൗൺസ്മെൻ്റ് ആണ് ഗവൺമെൻറ് മൊണോപ്പൊളി ഇൻ കോൾ സെക്ടർ റിമൂവ് ചെയ്യുമെന്ന് പറഞ്ഞത്. അതുപോലെ കൊമേഴ്ഷ്യൽ മൈനിങ് എന്ത് ചെയ്യുക, ഈ കോൾ മേഖലയിൽ പ്രൊമോട്ട് ചെയ്യും. അതുപോലെ റവന്യൂ ഷെയറിംഗ് ബേസിസിലായിരിക്കും ഈ കോൾ ഫീൽഡ്സ് അലോക്കേറ്റ് ചെയ്യുമെന്നും ഗവൺമെൻറ് പറഞ്ഞിരുന്നു. അവിടെ എക്സ്പ്ലോറേഷൻ പെർമിറ്റ് ചെയ്യുമെന്നും ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരുന്നു. പ്രൈവറ്റ് സെക്ടേഴ്സിന് ഈ പറഞ്ഞ കോൾ ബ്ലോക്കിൽ ബിഡ് ചെയ്യാം, അത് കഴിഞ്ഞ് അവർക്ക് ആ കോള് ഓപ്പൺ മാർക്കറ്റിൽ സെല്ല് ചെയ്യാനും ഗവൺമെൻറ് എഗ്രി ചെയ്യുന്നുണ്ട്. ഇത് ധാരാളം ക്രിറ്റിസിസം പിന്നെ വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ക്രിറ്റിസിസം ഒക്കെ നമുക്ക് പിന്നീട് നോക്കാം. പിന്നൊരു മേഖലയായിരുന്നു സ്പേസ് സെക്ടർ. സ്പേസ് സെക്ടറിൽ പ്രൈവറ്റ് ഇൻവോൾവ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുമെന്നാണ് ഗവൺമെൻറ് അനൗൺസ് ചെയ്തത്. ISROയുടെ ഫെസിലിറ്റീസ് യൂസ് ചെയ്യാനും അതുപോലെ ഫ്യൂച്ചർ പ്രോഗ്രാംസിൽ ISRO കൊണ്ടുവരുന്ന ഫ്യൂച്ചർ പ്രോഗ്രാംസിലും അതുപോലെ സ്പേസ് ട്രാവലിലും അതുപോലെ പ്ലാനറ്ററി എക്സ്പ്ലോറേഷനിലൊക്കെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യാനും ഗവൺമെൻറ് പെർമിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. നോക്കുവാണെങ്കിൽ പ്രൈവറ്റ് മേഖലയ്ക്ക് സ്പേസ് മേഖലയിൽ ഒരു ഇൻവോൾവ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുകയാണ് ഗവൺമെൻറ് ഇതുവഴി ഉദ്ദേശിക്കുന്നത്. ഇനി അറ്റോമിക് എനർജി സെക്ടർ നോക്കുവാണെങ്കിൽ അറ്റോമിക് എനർജി റിസർച്ച് റിയാക്ടറുകളിൽ പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ് മോഡലിൽ മെഡിക്കൽ ഐസോട്ടോപ്സ് നിർമ്മിക്കാൻ വേണ്ടി റിസർച്ച് റിയാക്ടർ സെറ്റപ്പ് ചെയ്യുമെന്ന് ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്നുണ്ട്. അതുപോലെ യൂണിയൻ ടെറിട്ടറിയിലുള്ള പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസും അതുപോലെ പവർ ഡിപ്പാർട്ട്മെൻറ്റ്സും പ്രൈവറ്റൈസ് ചെയ്യുമെന്നും ഒരു ന്യൂ താരിഫ് പോളിസി അവിടെ അഡോപ്റ്റ് ചെയ്യുമെന്നും ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരുന്നു. ഇതുപോലെ ഗവൺമെൻറ്റിൻ്റെ ധാരാളം അനൗൺസ്മെൻറ്റ് വന്ന
മറ്റൊരു മേഖലയാണ് സിവിൽ ഏവിയേഷൻ സെക്ടർ എന്ന് പറഞ്ഞാൽ. സോ നമുക്കറിയാം നിലവിലിപ്പോൾ 60% ഓഫ് എയർ സ്പേസ് മാത്രമേ ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ എയർ സ്പേസിൻ്റെ റെസ്ട്രിക്ഷൻ ഈസി എന്നാണ് ഗവൺമെൻറ് പറഞ്ഞത്. ഇതുവഴി ഫ്ലൈയിങ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും ഏകദേശം 1000 കോടി ബെനിഫിറ്റ് ഏവിയേഷൻ മേഖലയ്ക്ക് കിട്ടുമെന്നാണ് ഗവൺമെൻറ് കരുതുന്നത്. ഇതുകൂടാതെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എയർപോർട്ടുകളിൽ ഇൻക്രീസ് ചെയ്യാനും ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. ഏകദേശം 12 എയർപോർട്ടുകളിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് ഓപ്പൺ അപ്പ് ആക്കുന്നുണ്ട്. അതുപോലെ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പും ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ ഏവിയേഷൻ മേഖലയിൽ ഗവൺമെൻറ് എയിം ചെയ്യുന്നുണ്ട്. നോക്കുവാണെങ്കിൽ ഇന്ത്യനെ ഒരു ഗ്ലോബൽ ഹബ് ഫോർ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓവർഹോൾ എന്ന രീതിയിൽ ഗവൺമെൻറ് എയിം ചെയ്യുന്നുണ്ട്. ഇതിനുവേണ്ടി ഈ ഏരിയയിലെ ടാക്സ് റെജീം റാഷണലൈസ് ചെയ്യാനും ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ മിനറൽ സെക്ടറിൽ നമ്മൾ പറഞ്ഞ കോൾ സെക്ടർ കൂടാതെ മിനറൽ സെക്ടറിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമ്മൾ നോക്കുവാണെങ്കിൽ ഇതുവരെ ഗവൺമെൻറ് അനൗൺസ് ചെയ്ത അല്ലെങ്കിൽ 3 ഘട്ടങ്ങളിലായി ഗവൺമെൻറ് അനൗൺസ് ചെയ്ത മെഷേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 4ാം ഘട്ടത്തിൽ വരുമ്പോൾ ഗവൺമെൻറ് കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത് ഒരു റിലീഫ് പാക്കേജിനല്ല, നേരെ മറിച്ച് ഒരു എക്കണോമിക് ഇംപൾറ്റിനല്ല, നേരെ മറിച്ച് എന്താണ് കൂടുതലും റിഫോർമേറ്ററി മെഷേഴ്സ് ആണ് ഗവൺമെൻറ് ഫോക്കസ് കൊടുത്തിരിക്കുന്നത്. സോ ഇതൊരു ക്രിറ്റിസിസമായിട്ട് പലരും പറയുന്നുണ്ടായിരുന്നു. അത് നമുക്ക് 3rd ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഡിസ്കസ് ചെയ്യാം, എന്തായിരുന്നു ആ ക്രിറ്റിസിസം എന്നുള്ളത്. അടുത്ത നമ്മൾ നോക്കുന്നത് ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമായി 5ാം ഘട്ടത്തിൽ ഗവൺമെൻറ് അനൗൺസ് ചെയ്ത മെഷേഴ്സ് ആണ്. ഈ ഘട്ടത്തിൽ മെയിൻലി എയിം ചെയ്യുന്നത് എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ ഇന്ത്യയിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഫണ്ട് ചെയ്യാനും അതുപോലെ എഡ്യൂക്കേഷൻ, ഹെൽത്ത് സെക്ടർ ഇവയ്ക്കുമാണ് മെയിൻലി ഊന്നൽ കൊടുക്കുന്നത്. അതിലാദ്യം പറയേണ്ടത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് 40,000 കോടി രൂപയുടെ ഇൻക്രീസ് അലോക്കേഷൻ ഗവൺമെൻറ് അനൗൺസ് ചെയ്യുകയുണ്ടായി. ഇതുവഴി മൈഗ്രൻ്റ് വർക്കേഴ്സിന് അവരുടെ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവരുടെ നേറ്റീവ് പ്ലേസിൽ ജോലി ഉറപ്പുവരുത്താനും അതുപോലെ മൺസൂൺ സമയത്ത് അവർക്ക് ജോലി ഉറപ്പുവരുത്താനും ഈ ഇൻക്രീസ് അലോക്കേഷൻ സഹായിക്കുമെന്നാണ് ഗവൺമെൻറ് കരുതുന്നത്. ഇതുവഴി 300 കോടി പേഴ്സൺ ഡേയ്സ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ് ഗവൺമെൻറ് ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഹെൽത്ത് സെക്ടറിലെ റിഫോംസ് നോക്കുകയാണെങ്കിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റേഴ്സ് റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും ഇൻക്രീസ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഹെൽത്ത് സെക്ടറിലെ സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യാനും ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ നാഷണൽ ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായി നാഷണൽ ഡിജിറ്റൽ ഹെൽത്ത് ബ്ലൂ പ്രിൻറ്റ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഗവൺമെൻറ് തീരുമാനിക്കുന്നുണ്ട്. അതുപോലെ ഇൻ്റഗ്രേറ്റഡ് പബ്ലിക് ഹെൽത്ത് ലാബുകൾ ഈ പറഞ്ഞ ഡിസ്ട്രിക്റ്റുകളിലും ബ്ലോക്ക് ലെവലിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഇൻഫെക്ഷസ് ഡിസീസ് ഹോസ്പിറ്റൽ ബ്ലോക്കുകൾ എല്ലാ ജില്ലകളിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് വിദ്യാഭ്യാസ മേഖല നോക്കുകയാണെങ്കിൽ ടെക്നോളജി ഡ്രിവൻ എഡ്യൂക്കേഷനാണ് പോസ്റ്റ് കോവിഡ് സമയത്ത് ഗവൺമെൻറ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് PM E-വിദ്യ എന്നൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതൊരു മൾട്ടി മോഡ് ആക്സസ് ടു ഡിജിറ്റൽ ലേണിംഗ് പ്രോഗ്രാമാണ്. ഇത് ഗവൺമെൻറ് ഈ ഇടയ്ക്ക് ലോഞ്ച് ചെയ്തതാണ്. ഈ പറഞ്ഞ ആത്മനിർഭർ ഭാരത് അഭിയാൻ ഇപ്പോൾ ലോഞ്ച് ചെയ്തതാണ്. പിന്നെ ഒരു ഇനിഷ്യേറ്റീവാണ് മനോദർപ്പൺ ഇനിഷ്യേറ്റീവ്. അത് പ്രകാരം സ്റ്റുഡൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും അവരുടെ എല്ലാം ഒരു സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ഉറപ്പുവരുത്താനായിട്ട് അവരുടെ മെൻ്റൽ ഹെൽത്തും അതുപോലെ ഇമോഷണൽ വെൽബീയിങ്ങും ഉറപ്പുവരുത്താനായിട്ട് ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഒരു ഇനിഷ്യേറ്റീവാണ് മനോദർപ്പൺ ഇനിഷ്യേറ്റീവ്. പിന്നെ ലോഞ്ച് ചെയ്തൊരു ഇനിഷ്യേറ്റീവാണ് നാഷണൽ ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി മിഷൻ എന്ന് പറഞ്ഞാൽ. സോ ഇത് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2020 ഡിസംബറോട് കൂടി ലോഞ്ച് ചെയ്യുമെന്നാണ് ഗവൺമെൻറ് അനൗൺസ് ചെയ്തത്. സോ ഇത് പ്രകാരം കുട്ടികൾ ഇപ്പോൾ 2020 ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിക്ക്, ഒന്നിലാവുന്ന കുട്ടിക്ക് 2025 ആകുമ്പോഴത്തേന് ആ കുട്ടിയുടെ ലേണിംഗ് ലെവൽസ് അതുപോലെ ലേണിംഗ് ഔട്ട്കംസ് അത് മെച്ചമാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന ഇനിഷ്യേറ്റീവാണ് നാഷണൽ ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി മിഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ കണ്ടതാണ് കേരളത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൊടുത്ത പ്രാധാന്യം മൂലം നമ്മുടെ വിക്ടേഴ്സ് ചാനൽ വഴി എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് ക്ലാസുകൾ ഗവൺമെൻറ് ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇനിഷ്യേറ്റീവ് തന്നെയാണ് ഈ പറഞ്ഞ PM E-വിദ്യ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇതുപോലെ വേറൊരു ഇനിഷ്യേറ്റീവാണ് സ്വയംപ്രഭ DTH ചാനൽസ് എന്ന് പറഞ്ഞാൽ. സോ ഇത് എന്തിനാന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് ആക്സസ് ഇല്ലാത്ത കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഇനിഷ്യേറ്റീവ്. നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ 3 ചാനലുകൾ ഓൾറെഡി സ്കൂൾ എഡ്യൂക്കേഷന് വേണ്ടി ഗവൺമെൻറ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനൊപ്പം 12 ചാനൽസ് കൂടെ ആഡ് ചെയ്യാനാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, ഇതുവഴി ആഗ്രഹിക്കുന്നത്. അതുപോലെ ഈ പാഠശാല എന്നൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്നു. അതിലേക്ക് 200ഓളം ന്യൂ ടെക്സ്റ്റ് ബുക്കുകൾ ആഡ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് പറയുന്നുണ്ട്. അതുപോലെ ദീക്ഷ പ്ലാറ്റ്ഫോം വരുന്നുണ്ട്. ഇത് നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഈ പാഠശാലയും ദീക്ഷ പ്ലാറ്റ്ഫോമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. സോ അത് എന്ത് ചെയ്യുക, അത് നാഷണൽ ലെവലിൽ ഒന്നുകൂടെ നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ 5ാം ഘട്ടത്തിൽ ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന മെഷേഴ്സ് നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യം പറയേണ്ടത് ഇൻസോൾവൻസി പ്രൊസീഡിങ്സിന് വേണ്ടിയിട്ട്
വേണ്ട മിനിമം ത്രഷോൾഡ് ലിമിറ്റ് അത് 1,00,000 നിന്ന് 1 കോടിയായിട്ട് ഇൻക്രീസ് ചെയ്യുകയുണ്ടായി. സോ നേരത്തെ അത് 1,00,000 ആയിരുന്നു മിനിമം ത്രഷോൾഡ് ലിമിറ്റ്, അത് 1 കോടി രൂപയായിട്ട് ഗവൺമെൻറ് മിനിമം ത്രഷോൾഡ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്യുകയുണ്ടായി. മറ്റൊരു അനൗൺസ്മെൻ്റ് ആണ് ഡീക്രിമിനലൈസേഷൻ ഓഫ് കമ്പനീസ് ആക്ട് ഡിഫോൾട്ട്സ് എന്ന് പറഞ്ഞാൽ. സോ നോക്കുവാണെങ്കിൽ നേരത്തെ കമ്പനീസ് ആക്ടിൽ ഉണ്ടാകുന്ന പല വയലേഷൻസും ക്രിമിനൽ പ്രൊസീഡിങ്സ് ആയിട്ടാണ് നേരിട്ടിരുന്നത്. നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSRൽ ഷോർട്ട് കമ്മിങ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഡിലേസ് ഡിഫോൾട്ട് അത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ആ കമ്പനിക്ക് നേരെ ക്രിമിനൽ പ്രൊസീഡിങ്സ് ഗവൺമെൻറ് നേരത്തെ എടുത്തിരുന്നു. സോ ഇത് എടുത്ത് കളഞ്ഞിട്ട് സിവിൽ കേസായിട്ട് ഫൈനും പെനാൽറ്റിയൊക്കെ ഉൾപ്പെടെ ഒരു സിവിൽ കേസായിട്ട് മാത്രം മാറ്റണമെന്ന് പല കമ്മിറ്റീസ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ ഒരു നടത്തിപ്പ് കൂടാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ കൂടാണ് ഈ അനൗൺസ്മെൻറ്റ് വഴി ഗവൺമെൻറ് ചെയ്യുന്നത്. സോ ഇത് കമ്പനികളുടെയൊക്കെ വിശ്വാസ്യത ഉറപ്പുവരുത്താനും അവരുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻക്രീസ് ചെയ്യാനും ഇത് സഹായിക്കും. അതുപോലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആയി ബന്ധപ്പെട്ട് വേരിയസ് റിഫോംസ് ഈ പറഞ്ഞ കോർപ്പറേറ്റ് മേഖലയ്ക്ക് വേണ്ടിയൊക്കെ ഗവൺമെൻറ് ഇതിനൊപ്പം അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ ബോറോയിങ് ലിമിറ്റ് 3% നിന്ന് 5% ആയിട്ട് ഇൻക്രീസ് ചെയ്യുമെന്ന് അനൗൺസ് ചെയ്തു. 2020-21 വർഷത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് എക്സ്ട്രാ ബോറോയിങ്സ് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് നടത്താനായിട്ട് ഈ പറഞ്ഞ അനൗൺസ്മെൻറ്റ് വഴി കഴിയുന്നുണ്ട്. ഈ പറഞ്ഞ കടമെടുക്കലിൻ്റെ പരിധി ഇൻക്രീസ് ചെയ്യുന്നത് മൂലം സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് 4.28 ലക്ഷം കോടിയോളം രൂപ അധികമായി കടമെടുക്കാനായിട്ട് കഴിയുമെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. സോ ദീസ് ആർ ദ വേരിയസ് മെഷേഴ്സ് അനൗൺസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഇൻ ദ 5th ട്രാഞ്ച് ഓഫ് ആത്മനിർഭർ ഭാരത് അഭിയാൻ. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെ മെഷേഴ്സാണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ പാക്കേജിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് എടുത്തതെന്നാണ്. സോ ഇതിന് ആൻസർ എഴുതുമ്പോൾ ഇത്രയും വിപുലീകരിച്ച് എഴുതേണ്ട ആവശ്യമില്ല. ഈ ഒരു പാക്കേജ് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. സോ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ സെക്ടർ സ്പെസിഫിക് ആയിട്ട് എഴുതാം. പ്രൈമറി സെക്ടറിന് വേണ്ടി എന്ത് കൊണ്ടുവന്നു, സെക്കൻഡറി സെക്ടറിന് വേണ്ടി എന്ത് കൊണ്ടുവന്നു, ടെറിഷ്യറി സെക്ടറിന് വേണ്ടി എന്ത് കൊണ്ടുവന്നു. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചില സെക്ടേഴ്സ് മാത്രം എടുത്തെഴുതാം. MSME, അഗ്രികൾച്ചർ, മൈഗ്രന്റ് ലേബറേഴ്സ്, അതുപോലെ ബിസിനസ് ഫേംസ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് എന്ന് പറഞ്ഞ് അല്ലാതെ വിവിധങ്ങളായ ഹെഡിങ് കൊടുത്ത് എഴുതാം. സോ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ഈ പറഞ്ഞ വിവിധങ്ങളായ മെഷേഴ്സിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കോറായിട്ടുള്ള അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് മോർ റെലവൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് ആൻസറിന് ശ്രമിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ആൻസർ സ്ട്രക്ചർ ചെയ്യാവുന്നതാണ്. സോ ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സെക്ടർ സ്പെസിഫിക് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സെക്ടേഴ്സ് മാത്രം എടുത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്താം, ആൻസർ എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ വിവിധ ഘട്ടങ്ങളായി പ്രഖ്യാപിച്ചത് ഈ ഘട്ടങ്ങളായിട്ട് വേണമെങ്കിലും എഴുതാം. അത് ഏത് രീതിയിൽ ഈ ആൻസർ പ്രസൻറ്റ് ചെയ്യുന്നുള്ളത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു കൺക്ലൂഷൻ കൂടി എഴുതാം. കൺക്ലൂഷനകത്ത് ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പാക്കേജ് മൂലം എക്കണോമിക്ക് എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ടോ നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തി ഒരു 1-2 ലൈനിൽ കൺക്ലൂഷൻ എഴുതിയാൽ നല്ലതായിരിക്കും. സോ ദിസ് ഇസ് അബൌട്ട് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഡിസ്കസ് ദ വേരിയസ് മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ഇൻ ദ ആത്മനിർഭർ ഭാരത് അഭിയാൻ പാക്കേജ്. നമ്മളിനി പോകുന്നത് തേർഡ് ക്വസ്റ്റ്യനിലേക്കാണ്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അനലൈസ് ദ ക്രിറ്റിസിസംസ് ഓഫ് ആത്മനിർഭർ ഭാരത് അഭിയാൻ അനൗൺസ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്, ഗീവ് സജഷൻസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. സോ നമ്മൾ നേരത്തെ ഈ പറഞ്ഞ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ചില മെഷേഴ്സ് പറഞ്ഞപ്പോൾ ഇതിനെല്ലാം ക്രിറ്റിസിസം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ തേർഡ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു 5 മാർക്ക് ചോദ്യമാണ്, ഓർത്തിരിക്കുക. സോ ആൻസർ എഴുതുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ക്രിറ്റിസിസംസ് ആദ്യം എഴുതാം, അത് കഴിഞ്ഞ് എന്തൊക്കെ സജഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനുണ്ട് എന്നുകൂടെ എഴുതാവുന്നതാണ്. ആദ്യമേ നമുക്ക് വാട്ട് ആർ ദ വേരിയസ് ക്രിറ്റിസിസംസ് ഓഫ് ആത്മനിർഭർ ഭാരത് അഭിയാൻ പാക്കേജ് എന്ന് നോക്കാം. സോ ഇത് പറയുമ്പോൾ ആദ്യം നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഫിഗറിനെ പറ്റിയാണ്. സോ ഗവൺമെൻറ് ആത്മനിർഭർ ഭാരത് പാക്കേജ് എന്ന് അനൗൺസ് ചെയ്തത് നമ്മുടെ GDPയുടെ 10% ഉണ്ടെന്നാണ്. ഏകദേശം 20 ലക്ഷം കോടിയുടെ പാക്കേജാണ് ആസ് പെർ ആത്മനിർഭർ ഭാരത് പാക്കേജ് വഴി ഗവൺമെൻറ് അനൗൺസ് ചെയ്തത്. പക്ഷെ നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ അനൗൺസ്മെൻറ്റിൽ ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്ന ഫിസിക്കൽ മെഷേഴ്സ് കൂടാതെ RBI ചെയ്യുന്ന മോണിറ്ററി പോളിസി മെഷേഴ്സും ഗവൺമെൻറ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ 20 lakh crore എന്ന ഫിഗർ തയ്ക്കാൻ വേണ്ടിയിട്ട് RBI എടുത്ത മെഷേഴ്സ് കൂടെ ഉൾപ്പെടുത്തിയാണ് ഈ പറഞ്ഞ 20 lakh crore ഗവൺമെൻറ് അച്ചീവ് ചെയ്യുന്നത്. സോ ആക്ച്വലി ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നതിലാണ് കാര്യം. ഈ പറഞ്ഞ 20 lakh crore ഗവൺമെൻറ് നേരിട്ട് ആളുകൾക്ക് പൈസ കൊടുക്കുന്നത് വളരെ കുറവാണ്. മെജോറിറ്റി ഓഫ് ദ ലെൻഡിങ്ങും ഈ പറഞ്ഞ പാക്കേജിൽ മെജോറിറ്റി ഓഫ് ദ ലെൻഡിങ് നടക്കുന്നത് ബാങ്കുകൾ വഴിയും RBI നിന്ന് ബാങ്കിലേക്കും അതുപോലെ ബാങ്കിൽ നിന്ന് സിറ്റിസൻസിലേക്കുമാണ്. അതുപോലെ വേറെ കുറച്ച് ഏരിയയിൽ ഗവൺമെൻറ് ക്രെഡിറ്റ് ഗ്യാരണ്ടി നിൽക്കുന്നുണ്ട്. അതുപോലെ നബാർഡൊക്കെ വഴി ലിക്വിഡിറ്റി ഇൻഫ്യൂഷന് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഓൾറെഡി നോക്കുമ്പോൾ ഗവൺമെൻറ് മെഷേഴ്സ് മാത്രമല്ല, നേരെ മറിച്ച് മോണിറ്ററി പോളിസി മെഷേഴ്സ് ഇതിനകത്തുണ്ട്. സോ ആക്ച്വലി ഈ പറഞ്ഞ 10% ഓഫ് GDP ഉണ്ടോ എന്നാണ് സംശയം വരുന്നത്. സോ 20 ലക്ഷം കോടിയിൽ എത്രത്തോളമാണ് ഗവൺമെൻറ് നേരിട്ട് സ്പെൻഡ് ചെയ്യുന്നത്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എത്രയാണ്, ആക്ച്വൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്,
ഗവൺമെൻറ്റിൻ്റെ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ നോക്കുമ്പോൾ ഇറ്റ് ഈസ് വെരി ലെസ് എന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു മേജർ ക്രിറ്റിസിസമാണ് ലാക്ക് ഓഫ് ഡിമാൻഡ് സൈഡ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ മെഷേഴ്സ് ഗവൺമെൻറ് അനൗൺസ് ചെയ്ത മിക്ക മെഷേഴ്സും സപ്ലൈ സൈഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. സോ സപ്ലൈ സൈഡിൽ പറയുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ആയാലും ബിസിനസ് ഫേംസ് ആയാലും NBFC ആയാലും അതുപോലെ MSME ആയാലും ഇവരെല്ലാം സപ്ലൈ സൈഡ് മെഷേഴ്സ് ഇമ്പ്രൂവ് ചെയ്യാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. സോ ഒരു സ്റ്റിമുലസ് പാക്കേജ് പ്രഖ്യാപിക്കുമ്പോൾ ഗവൺമെൻറ് മാക്സിമം ഫോക്കസ് ചെയ്യേണ്ടത് ഡിമാൻഡ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കണം. സോ ഡിമാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നേരിട്ട് ആളുകളുടെ കയ്യിൽ പൈസ എത്തിക്കുകയും അവരുടെ പർച്ചേസിംഗ് പവർ ഇമ്പ്രൂവ് ചെയ്യാനും ഗവൺമെൻറ് ശ്രമിക്കേണ്ടതാണ്. സോ നമ്മൾ പറയുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ഗവൺമെൻറ് എന്ത് ചെയ്യാം, നേരിട്ട് ആളുകളുടെ കയ്യിൽ പൈസ എത്തിക്കാം, അല്ലെങ്കിൽ ആളുകളുടെ ഡിസ്പോസിബിൾ ഇൻകം, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ത് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാം. ഒന്നെങ്കിൽ ക്യാഷ് ട്രാൻസ്ഫർ വഴിയോ അല്ലെങ്കിൽ ടാക്സ് റിബേറ്റ്സ് വഴിയോ എന്ത് ചെയ്യാം, ആളുകളുടെ കയ്യിലുള്ള മണി ഇൻക്രീസ് ചെയ്യാം. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോക്ക്ഡൗൺ വന്നപ്പോൾ ആളുകളുടെ കയ്യിൽ പൈസ കുറയുകയും ഒരു ഡിമാൻഡ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല നമ്മൾ കാണുന്നുണ്ട്. സോ അതിനെന്ത് വേണം, ഒരു ഫിസിക്കൽ സ്റ്റിമുലസ് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ ആളുകളുടെ കയ്യിൽ പൈസ എത്തുകയും അതുവഴി ഡിമാൻഡ് ഉണ്ടാവുകയും അതെന്ത് ചെയ്യാം, നമ്മുടെ എക്കണോമിയിൽ ഫർദറായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. സോ ഇവിടെ ഗവൺമെൻറ് വേറെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് പിക്കപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ആളുകളുടെ കയ്യിൽ ഇൻകം ഉണ്ടാവുകയും ആ ഇൻകം അവർക്ക് സ്പെൻഡ് ചെയ്യാനും പറ്റണം. ഈ ഒരു ഡിമാൻഡ് സൈഡ് മെഷേഴ്സ് ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് വീഴ്ച ഉണ്ടായി എന്നാണ് പല എക്കണോമിസ്റ്റുകളും അവകാശപ്പെട്ടത്. സോ പിന്നൊരു ക്രിറ്റിസിസമാണ് ഈ പറഞ്ഞ പാക്കേജ് ഈസ് നോട്ട് സഫിഷ്യൻ്റ് എന്നാണ് പലരും പറഞ്ഞത്. സോ ഈ പാക്കേജിനെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു എക്കണോമിക് റിലീഫ് പാക്കേജിനെക്കാളും റിഫോം മെഷേഴ്സ് കൂടുതലും വരുന്നുണ്ട് എന്ന് പല ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. സോ പല എക്കണോമിസ്റ്റുകളും പറഞ്ഞത് ഗവൺമെൻറ് എന്ത് ചെയ്യുക, സ്കൂളിൽ സ്പെൻഡ് ചെയ്യുക. സോ ഗവൺമെൻറ് എന്ത് ചെയ്യുക, മാക്സിമം ആളുകളിൽ പൈസ എത്തിക്കുക. സോ ഈ പറഞ്ഞ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യാനാണ് പല എക്കണോമിസ്റ്റുകളും പറഞ്ഞത്. സോ നോക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് അഥവാ ധനക്കമ്മി കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗവൺമെൻറ് അനിയന്ത്രിതമായി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് വരാം, അത് ഗവൺമെൻറ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഇൻക്രീസ് ചെയ്യാൻ കാരണമാകാം, അതൊരു ഇൻഫ്ലേഷൻ ക്രിയേറ്റ് ചെയ്യാം. സോ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് ഇവിടെ. സോ രണ്ട് തരം വീക്ഷണങ്ങളുണ്ട്. ഫിസിക്കൽ ഡെഫിസിറ്റ് ഇത് ഇൻക്രീസ് ചെയ്യും, അതുപോലെ പറയട്ടെ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ ഒരു എക്കണോമിക് കോൺട്രാക്ഷൻ എന്ത് ചെയ്യും, ഇന്ത്യയിൽ സംഭവിക്കുമെന്ന് പറയുന്നുണ്ട്. സോ ഗവൺമെൻറ് സ്പെൻഡിങ് ഇത് പോരാന്നാണ് പല എക്കണോമിക്സിനും ആവശ്യപ്പെട്ടത്. പിന്നെ ഒന്നൊരു ക്രിറ്റിസിസമാണ് ഇൻസഫിഷ്യൻറ്റ് സപ്പോർട്ട് ടു സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ. സോ നമ്മൾ കണ്ടതാണ് ഈ 5th ട്രാഞ്ചിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് കടമെടുക്കൽ പരിധി ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പറയട്ടെ നമ്മുടെ 2nd ട്രാഞ്ചിൽ ഈ മൈഗ്രൻ്റ് ലേബേഴ്സിനെയും അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിലേക്ക് ഒരു ട്രാൻസ്ഫർ നടത്തുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് എല്ലാം നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് ഈ April-May ടൈമിൽ മോസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ റവന്യൂ നല്ല രീതിയിൽ ഇടിഞ്ഞു. കാരണം ടാക്സ് റവന്യൂ ആയാലും നോൺ ടാക്സ് റവന്യൂ ആയാലും നല്ല രീതിയിൽ ഇടിഞ്ഞു. സോ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് സപ്പോർട്ട് ഇനി ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഈ പറഞ്ഞ പാക്കേജിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് കൊടുക്കുന്ന സപ്പോർട്ട് വാസ് ഇൻസഫിഷ്യൻ്റ് എന്നാണ് മിക്ക എക്കണോമിസ്റ്റുകളും സ്റ്റേറ്റ്സും അഭിപ്രായപ്പെട്ടത്. അതുപോലെ നമ്മൾ കണ്ടതാണ് സ്റ്റേറ്റ്സിന് കൊടുക്കാനുള്ള GST കോമ്പൻസേഷൻ സ്കീം വഴി, അതുപോലെ നമ്മൾ കണ്ടതാണ് GST കോമ്പൻസേഷൻ വഴി സ്റ്റേറ്റ്സിന് കൊടുക്കാനുള്ള ഫണ്ടിൻ്റെ ഡിലേ. സോ മിക്ക സ്റ്റേറ്റ്സിനും ഈ പറഞ്ഞ GST കോമ്പൻസേഷൻ വഴി കിട്ടാനുള്ള ഫണ്ട് ഡിലേ വരുന്നുണ്ട്. ഓൾറെഡി സ്റ്റേറ്റ്സിൻ്റെ റവന്യൂ വളരെ കുറഞ്ഞിരിക്കുകയാണ്, അതുപോലെ അവരുടെ എക്കണോമിക് കണ്ടീഷൻ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനൊരു ഡിലേ വരുമ്പോൾ, ഇങ്ങനൊരു റാമ്പൻ ഡിലേ വരുമ്പോൾ അത് സ്റ്റേറ്റ്സിൻ്റെ എക്കണോമിയെ പിന്നെയും ബാധിക്കുകയാണ്. സോ നമുക്കറിയാം സെൻട്രൽ ഗവൺമെൻറ്റിനെ പോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് എന്താണ് റവന്യൂവിൽ വലിയൊരു ഇടിവുണ്ടാകുന്നുണ്ട്. പക്ഷേ ആ സമയത്തും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് അവിടുത്തെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ ബാക്കി ലോ ആൻഡ് ഓർഡറും മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിനുവേണ്ടി ധാരാളം എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യേണ്ടോ, ഗവൺമെൻറ് മുതൽ മുടക്കേണ്ടി വരുന്നുണ്ട്. സോ ഈ സപ്പോർട്ട് ഇൻക്രീസ് ചെയ്യണമെന്നാണ് പലരും പറഞ്ഞത്. പിന്നെ ഒന്നൊരു ക്രിറ്റിസിസമാണ് നമ്മൾ കണ്ടതാണ് 2nd ട്രാഞ്ചിൽ മൈഗ്രൻ്റ് വർക്കേഴ്സിന്, റേഷൻ കാർഡ് ഇല്ലാത്ത മൈഗ്രൻ്റ് വർക്കേഴ്സിന് ഫ്രീ ഫുഡ് ഗ്രെയിൻസ് കൊടുക്കുന്നൊരു പദ്ധതി. സോ ആ ഇനിഷ്യേറ്റീവ് പറഞ്ഞത് 6 ആഴ്ച കഴിഞ്ഞിട്ടാണ്. കാരണം ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് 6 ആഴ്ച കഴിഞ്ഞാണ് ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് ഗവൺമെൻറ് ലോഞ്ച് ചെയ്യുന്നത്. സോ ഇത് നേരത്തെ ആയിക്കൂടെ എന്ന് പലരും പറഞ്ഞിരുന്നു. കാരണം ഇത് ഡിലേഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് സെൻട്രൽ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് പലരും പറഞ്ഞത്. സോ ഇത് പ്രകാരം ഏകദേശം 5 കിലോയോളം ഫുഡ് ഗ്രെയിൻസ് പെർ പേഴ്സൺ കൊടുക്കുന്നതാണ്. പക്ഷെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം ഒരു പേഴ്സണ് 10 കിലോ അരി കൊടുക്കുന്നുണ്ട്. സോ അത് വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ട് 5 കിലോ ആയിട്ട് ഒതുക്കി, അത് ഒരു 10 കിലോ ആണെങ്കിൽ കൊടുക്കണമെന്ന് പലരും അഭിപ്രായപ്പെട്ടിരുന്നു. പിന്നെ വന്നൊരു മേജർ ക്രിറ്റിസിസമാണ് 4th ട്രാഞ്ചിൽ ഗവൺമെൻറ് അനൗൺസ് ചെയ്ത മെഷേഴ്സിനെ പറ്റി. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4th ട്രാഞ്ചിൽ വന്ന മിക്ക മെഷേഴ്സും റീഫോം മെഷേഴ്സ് ആയിരുന്നു. റിലീഫ് മെഷേഴ്സിനെക്കാട്ടിലും റീഫോം മെഷേഴ്സാണ് 4th ട്രാഞ്ചിൽ ഗവൺമെൻറ് അവതരിപ്പിക്കുന്നത്. ഈ പറഞ്ഞ റീഫോം മെഷേഴ്സ് ഗവൺമെൻറ്റിന് ഏത് സമയത്തും അവതരിപ്പിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ ക്രൈസിസ് സമയത്ത് അവതരിപ്പിക്കുന്ന വഴി ഓർഡിനൻസ് റൂട്ടിൽ ഈ പറഞ്ഞ റീഫോം മെഷേഴ്സ് ഫാസ്റ്റ് ട്രാക്കായിട്ട് നടപ്പിലാക്കാനാണോ ഗവൺമെൻറ് ശ്രമിക്കുന്നതെന്ന്
മിക്ക എക്കണോമിസ്റ്റുകളും ചോദിച്ചിരുന്നു. സോ നോക്കുവാണെങ്കിൽ ഡിഫൻസ് സെക്ടറിലെ FDI 49 നിന്ന് 74 ആക്കിയത് എന്താണ്, ധാരാളം ക്രിറ്റിസിസം കേൾക്കേണ്ടി വന്നേനെ. പക്ഷേ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു സമയത്ത് അവതരിപ്പിക്കുന്ന വഴി ആ ക്രിറ്റിസിസം എല്ലാം ഒഴിവാക്കാൻ വേണ്ടിയാണോ എന്ന് പലരും ചോദിച്ചിരുന്നു. മറ്റൊരു ക്രിറ്റിസിസമാണ് ദ ആപ്ലിക്കബിലിറ്റി ഓഫ് സെൽഫ് റിലയൻസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത്. സോ നമ്മൾ ആത്മനിർഭർ ഭാരത് അഭിയാൻ പാക്കേജ് വഴി നമ്മൾ എന്താ അനൗൺസ് ചെയ്യുന്നത്, സെൽഫ് റിലയൻറ്റ് ഇന്ത്യ എന്നാണ്. സോ നോക്കിക്കഴിഞ്ഞാൽ 1991 LPG റിഫോംസിന് ശേഷം ഇന്ത്യ ഗ്ലോബൽ വേൾഡുമായിട്ട് എന്താ ലിങ്ക് ചെയ്യപ്പെടുവാണ്. ഇന്ത്യയിലെ മാർക്കറ്റെല്ലാം ഗ്ലോബൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്യപ്പെടുവാണ്. ഒരു ഗ്ലോബലൈസേഷനിലേക്ക് ഇന്ത്യ മാറപ്പെടുവാണ്. സോ ഈ പറഞ്ഞ ആത്മനിർഭർ ഭാരത് അഭിയാൻ പാക്കേജ് വഴി കട്ടിങ് ഓഫ് ഫ്രം ദ വേൾഡ് ആണോ ഉദ്ദേശിക്കുന്നത് എന്ന് പല ക്രിറ്റിസിസം വന്നിരുന്നു. പ്രൈം മിനിസ്റ്റർ ഈ പാക്കേജ് അനൗൺസ് ചെയ്തപ്പോൾ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ കട്ടിങ് ഓഫ് ഫ്രം ദ വേൾഡ് അല്ല, ഈ പറഞ്ഞ സെൽഫ് റിലയൻറ്റ് ഇന്ത്യ എന്ന് ഉദ്ദേശിക്കുന്നത് കട്ടിങ് ഓഫ് ഫ്രം ദ വേൾഡ് അല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ COVID-19 പാൻഡമിക് കഴിയുമ്പോൾ ഇന്ത്യക്ക് സെൽഫ് റിലയൻ്റ് ആയിട്ട് മാറാൻ പറ്റുമോ, ഇന്ത്യക്ക് സെൽഫ് റിലയൻ്റ് ആയിട്ട് മാറാനായിട്ട് കഴിയുമോ എന്നൊരു ചോദ്യം പലരും ചോദിച്ചിരുന്നു. ബിക്കോസ് ഓഫ് ദ കണ്ടീഷൻ, നമ്മുടെ ഇപ്പോഴത്തെ എക്കണോമിക് കണ്ടീഷൻ വെച്ചിട്ട് ഇന്ത്യക്ക് സെൽഫ് റിലയൻ്റ് ആയിട്ട് മാറാനുള്ള പ്രാപ്തി ആയിട്ടുണ്ടോ എന്ന് പലരും ചോദിച്ചിരുന്നു. നമ്മൾ കണ്ടൊരു കാര്യമാണ്, ആളുകളുടെ EPF കോൺട്രിബ്യൂഷൻ ഗവൺമെൻറ് അടുത്ത 3 മാസത്തേക്ക് എന്ത് ചെയ്തു, 24 നിന്ന് 20 ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് സെൽഫ് കോൺട്രിബ്യൂഷൻ 12 നിന്ന് 20 ആക്കുകയും എംപ്ലോയർ കോൺട്രിബ്യൂഷൻ 12 നിന്ന് 10 ആക്കുകയും ചെയ്തു. ആണ് ഓവറോൾ 20% ആയിട്ട് EPF കോൺട്രിബ്യൂഷൻ കുറയ്ക്കുന്നുണ്ട്. സോ ഗവൺമെൻറ് എന്താ പറയുന്നത്, ഇതുവഴി ആളുകളുടെ കയ്യിൽ ലിക്വിഡിറ്റി കൂടുന്നു, ആളുകളുടെ കയ്യിൽ മണി അവൈലബിലിറ്റി കൂടുന്നു പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളുടെ കയ്യിലേക്ക് ലിക്വിഡിറ്റി എത്തുന്നുണ്ട്. പക്ഷേ എന്താണ്, ലോങ് ടേം നോക്കിക്കഴിഞ്ഞാൽ ആളുകളുടെ സേവിങ്സിന് ഒരു ഡെൻറ്റ് വരുത്തുമല്ലേ, ആളുകളുടെ സേവിങ്സ് കുറയാൻ ഈ പറഞ്ഞ EPF കോൺട്രിബ്യൂഷനിലെ റിഡക്ഷൻ കാരണമാകുന്നു. സോ ഗവൺമെൻറ് ഓൺ എന്ത് ചെയ്യുന്നില്ല, സ്പെൻഡ് ചെയ്യുകയല്ല ഇവിടെ. ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് അല്ലെങ്കിൽ സ്മോൾ യൂണിറ്റ്സിനും അതുപോലെ ലോ ഇൻകം വർക്കേഴ്സിനും ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, EPF കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. അതുവഴി ആളുകളുടെ കയ്യിൽ ഇൻകം എത്തുന്നുണ്ട്. അതുപോലെ EPF കോൺട്രിബ്യൂഷൻ കുറയുന്നുമില്ല. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഈ പറഞ്ഞ പ്രൈവറ്റ് എംപ്ലോയീസ്, മറ്റുള്ള പ്രൈവറ്റ് എംപ്ലോയീസിൻ്റെ EPF കോൺട്രിബ്യൂഷൻ കുറയുമ്പോൾ എന്താണ്, അവിടെ ഫ്യൂച്ചർ സേവിങ്സ് കുറയാനായിട്ട് അത് കാണാവുന്നുണ്ട്. സോ അവരുടെ ഓൺ സേവിങ്സ് ആണ് അവരെന്ത് ചെയ്യുന്നത്, ഇപ്പം ചിലവാക്കുന്നത്. നമ്മുടെ സേവിങ്സിൽ നിന്ന് നമ്മുടെ പോക്കറ്റിലേക്ക് പോകുന്ന പോലെ വ്യത്യാസമുള്ളൂ. സോ ഇതൊരു നല്ല മെഷറായിട്ട് പലരും പറഞ്ഞില്ല. സോ ഇത് ഫ്യൂച്ചറിൽ എന്താ, ആളുകളുടെ സേവിങ്സ് കുറയ്ക്കാൻ കാണുമെന്നാണ് പലരും പറഞ്ഞത്. ഈ രീതിയിലൊരു അപ്രോച്ച് തുടർന്നു കഴിഞ്ഞാൽ ആളുകളുടെ സേവിങ്സ് കുറയാൻ കാരണമാവുമെന്ന് പലരും ക്രിറ്റിസൈസ് ചെയ്തിരുന്നു. മറ്റൊരു കാര്യം പറയേണ്ടത്, ആത്മനിർഭർ ഭാരത് പാക്കേജിൽ ഗവൺമെൻറ് അനൗൺസ് ചെയ്ത മെജോറിറ്റി ഓഫ് ദ ഏരിയയിലും ലെൻഡിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. ബാങ്കുകളിൽ നിന്ന് ആളുകളിലേക്ക് കൊടുക്കുന്ന ലോൺ അവൈലബിലിറ്റിയെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഗവൺമെൻറ് അനൗൺസ് ചെയ്ത പ്രകാരം ഈ പറഞ്ഞ ക്രെഡിറ്റ് ഈസിങ് വരുത്തുന്നതുകൊണ്ട് ആളുകളിലേക്ക് ഇത് പൈസ എത്തണമെന്ന് നിർബന്ധമില്ല. സോ ലോൺ അവൈലബിലിറ്റി ഉറപ്പ് വരുന്നതുകൊണ്ട് ആളുകളുടെ കയ്യിൽ എത്തണമെന്ന് നിർബന്ധമില്ല. സോ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ നേരിട്ട് സ്പെൻഡ് ചെയ്യുന്നില്ല, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇവിടെ ചെയ്യുന്നില്ല, ബാങ്കിലാണെന്ത് ഈ പറഞ്ഞ ലെൻഡ് ചെയ്യുന്നത്. ചില ഏരിയയിൽ ഗവൺമെൻറ് ക്രെഡിറ്റ് ഗ്യാരണ്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഏരിയ കുഴപ്പമില്ല. ഇപ്പോൾ MSME സെക്ടർ ആണെങ്കിൽ ഗവൺമെൻറ് എന്താ 3 ലക്ഷം കോടിക്ക് ക്രെഡിറ്റ് ഗ്യാരണ്ടി നിൽപ്പുണ്ട്, അത് കുഴപ്പമില്ല. അല്ലാതെ ഏരിയയിൽ ഗവൺമെൻറ് ലെൻഡ് ചെയ്യാൻ പറയുമ്പോൾ ആ മണി ആളുകളുടെ കയ്യിൽ ലോണായിട്ട് എത്തണമെന്ന് നിർബന്ധമില്ല. ഗവൺമെൻറ് ഡയറക്റ്റ്ലി ആളുകളുടെ കയ്യിൽ DBT വഴിയോ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയോ അല്ലെങ്കിൽ ക്യാഷ് ട്രാൻസ്ഫർ വഴിയോ എന്താ പൈസ കൊടുക്കുന്നത് പോലല്ല ഈ പറഞ്ഞ ലോൺ എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിനൊപ്പം പറയാൻ പറ്റുന്നതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സപ്ലൈ സൈഡിന് വേണ്ടി മെഷേഴ്സ് വേറെ എടുത്തിട്ടുണ്ട്, പക്ഷേ ഡിമാൻഡ് സൈഡിലെ മെഷേഴ്സ് കുറവാണെന്ന് പറഞ്ഞിരുന്നു. സോ നമ്മളിപ്പോൾ MSMEയുടെ കാര്യം പറഞ്ഞു. സോ MSME എന്ത് ചെയ്യുന്നുണ്ട്, സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചോ, സാധനം നല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഷോർട്ടേജ് ഓഫ് ഡിമാൻഡ് ഉണ്ടെങ്കിലോ ഈ സാധനം വിറ്റുപോകത്തില്ല, ഒക്കെ നഷ്ടം ഉണ്ടാവും. സോ എക്കണോമി റിവൈവ് ചെയ്യണമെങ്കിൽ ഡിമാൻഡ് സൈഡും ഇൻക്രീസ് ചെയ്യണം. ഒരു MSME സെക്ടർ ആണെങ്കിൽ ബാക്ക്വേർഡും ഫോർവേഡ് ലിങ്കേജും എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്തെങ്കിൽ മാത്രമേ MSMEകൾക്ക് അവർക്ക് ലാഭത്തിൽ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. സോ ഇപ്പോൾ പറഞ്ഞു MSMEകൾക്ക് സപ്ലൈ സൈഡ് ഉറപ്പ് വരുന്നുണ്ട്, അവർക്ക് പ്രൊഡക്ഷൻ സൈഡ് ഉറപ്പ് വരുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വിറ്റ് പോകണമെങ്കിൽ ആളുകളുടെ പർച്ചേസിംഗ് പവറും ഇമ്പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടിയുള്ള മെഷേഴ്സും എന്ത് ചെയ്യണം, ഗവൺമെൻറ് എടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വേരിയസ് ക്രിറ്റിസിസംസ് ഓഫ് ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്ന് പറയുന്നത്. സോ ഇതിലൊരു 3-4 പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിൾ വെച്ച് കോട്ട് ചെയ്താൽ നല്ലതായിരിക്കും. സോ അടുത്ത നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദ വേരിയസ് സജഷൻസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ വേരിയസ് മെഷേഴ്സ് ടു ബി ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ഫോർ സോൾവിങ് ദീസ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. അതിലാദ്യം നമുക്ക് പറയാൻ പറ്റുന്നത് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നുള്ളതാണ്. സോ എൻഹാൻസിങ് ദ ഡിമാൻഡ് ആണ്. സപ്ലൈ സൈഡിന് വേണ്ടി ധാരാളം മെഷേഴ്സ് ഗവൺമെൻറ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്.
സപ്ലൈ സൈഡിന് വേണ്ടി ധാരാളം മെഷേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഒരു എക്കണോമിക് പാക്കേജിൽ ഗവൺമെൻറ് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. അതുവഴി ആളുകളുടെ കയ്യിലേക്ക് എന്ത് ചെയ്യുക, പൈസ എത്തിക്കാൻ ശ്രമിക്കുക. ആളുകളുടെ പർച്ചേസിങ് പവർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിൽ MGNREGA സ്കീമിൽ അഡീഷണലായിട്ട് 40,000 കോടി രൂപ ഗവൺമെൻറ് അനുവദിക്കുന്നുണ്ട്. അത് നല്ല മെഷറാണ്. സോ അതിലെന്ത് ചെയ്യുക, വർക്കിംഗ് ഡേയ്സ് ഇൻക്രീസ് ചെയ്യാൻ വേണമെങ്കിൽ, സോ അല്ലെങ്കിൽ അതിൻ്റെ സ്പെൻഡിങ് MGNREGA വേജ് എന്ത് ചെയ്യാം, ഗവൺമെൻറ് ഇൻക്രീസ് ചെയ്യാം. അതുവഴി എന്ത് ചെയ്യാം, ആളുകളുടെ പർച്ചേസിംഗ് പവർ ഇൻക്രീസ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഗവൺമെൻറ് സ്പെൻഡിങ് കൂട്ടാം. ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം. അതുവഴി എന്ത് ചെയ്യാം, മാർക്കറ്റിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാം, ആളുകൾക്ക് എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതാണ് ഗവൺമെൻറ് ആദ്യമായി ഇനി ഫോക്കസ് കൊടുക്കേണ്ടത്, ഡിമാൻഡ് എൻഹാൻസ് ചെയ്യുക എന്നുള്ള കാര്യം. സോ ഇതുവഴി മെയിൻലി ഗവൺമെൻറ് സഹായിക്കുന്നത് ഡെയിലി വർക്കേഴ്സിനെ ആയിരിക്കും, അൺഓർഗനൈസ് സെക്ടർ വർക്കേഴ്സിനെ ആയിരിക്കും. ഗവൺമെൻറ് ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്പെൻഡിങ് കൊണ്ടുവരുമ്പോൾ കൂടുതലും സഹായിക്കുന്നത് ഡെയിലി വർക്കേഴ്സിനെയാണ്. ഡെയിലി വേജ് വർക്കേഴ്സിനെയും മൈഗ്രൻ്റ് വർക്കേഴ്സിനെയും ഈ പറഞ്ഞ ഇൻക്രീസ് സ്പെൻഡിങ് അല്ലെങ്കിൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ വഴി എന്താണ്, അവരുടെ പർച്ചേസിംഗ് പവർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നൊരു സെഷൻ പറയാനുള്ളത് ഇംപ്രൂവ് ദ ഫണ്ട് ട്രാൻസ്ഫർ ടു സ്റ്റേറ്റ്സ് എന്നാണ്. സോ നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ് ആർ ഫേസിങ് റവന്യൂ ലോസ് ആൻഡ് ഓൾസോ ഫിസിക്കൽ കൺസ്ട്രെയിൻ ഇൻ ദിസ് കോവിഡ് ക്രൈസിസ്. സോ ഇത് സോൾവ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ GST കോമ്പൻസേഷനുള്ള പെൻഡിങ് ആയിട്ടുള്ള പൈസ, അതുപോലെ അഡീഷണൽ ആയിട്ടുള്ള റിലീഫ് പാക്കേജ് സ്റ്റേറ്റ്സിന് വേണ്ടി മാത്രമായിട്ട് എന്ത് ചെയ്യുക, പ്രഖ്യാപിച്ചാൽ നല്ലതായിരിക്കും. സോ അതുവഴി സ്റ്റേറ്റ്സിൻ്റെ ഹെൽത്ത് സെക്ടറിലെ സ്പെൻഡിങ് ബൂസ്റ്റ് ചെയ്യാനും അവർക്ക് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാനും സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞ ഫണ്ട് കണ്ടെത്തുന്ന കാര്യം. നമുക്കറിയാം ഏപ്രിൽ മെയ് സമയം അല്ലെങ്കിൽ ലോക്ക്ഡൗൺ പീരീഡ് സമയത്ത് നമ്മുടെ റവന്യൂ ലോസ് സ്റ്റേറ്റ് ആയാലും സെൻട്രൽ ആയാലും വളരെ കുറവായിരുന്നു. സോ മോസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്സിനെ പോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ റവന്യൂ ലോസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻകം ടാക്സിൻ്റെ റിട്ടേൺസ് നവംബറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇതുപോലെ ധാരാളം ടാക്സ് റിബേറ്റ്സ് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് അല്ലേ. സോ ഇങ്ങനെ കൊടുക്കുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും റവന്യൂ അവിടെ ലോസ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഒഴിവാക്കാനായിട്ട്, ഈ പറഞ്ഞ റവന്യൂ ലോസ് ഒഴിവാക്കാനായിട്ട് ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്, പ്രൈവറ്റൈസേഷനാണ്. സോ മിക്ക സ്ഥാപനങ്ങളും പ്രൈവറ്റൈസ് ചെയ്യുക എന്ന ഉദ്ദേശം വരുന്നുണ്ട്. സോ അത് മാറ്റിയിട്ട് വേറൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഗവൺമെൻറ് എന്ത് ചെയ്യുക, അവിടെ അഡോപ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. സോ ഒന്നെങ്കിൽ ടാക്സേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ലോൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഫോറിൻ എയ്ഡ് ഒക്കെ ആയിരിക്കാം. സോ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഗവൺമെൻറ് എന്ത് ചെയ്യണം, ഇവിടെ അഡോപ്റ്റ് ചെയ്യണം. റാദർ ദാൻ ഫോക്കസിങ് ഓൺ പ്രൈവറ്റൈസേഷൻ. ഈ പ്രൈവറ്റൈസേഷൻ മാത്രം ഫോക്കസ് ചെയ്യാതെ മറ്റേതെങ്കിലും രീതിയിലൂടെ പൈസ കണ്ടെത്താനുള്ള മെഷേഴ്സ് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട അനിവാര്യമാണ്. അതുപോലെ തന്നെ നെസസറി ആയിട്ടുള്ള സ്റ്റെപ്പ് ഗവൺമെൻറ് എടുക്കേണ്ട മേഖലയാണ് ഹെൽത്ത് സെക്ടറിൽ. നമുക്കറിയാം ഹെൽത്ത് സെക്ടറിലെ സ്പെൻഡിങ് കാലാകാലങ്ങളായി ധാരാളം സജഷൻസ് വരാറുണ്ട് സ്പെൻഡിങ് കൂട്ടാനായിട്ട്. സോ ഇത് എപ്പോൾ പോലും ഇത് ഏത് സമയത്തും എന്താണ്, ഗവൺമെൻറ് സ്പെൻഡിങ് വളരെ കുറവാണ് ഹെൽത്ത് സെക്ടറിൽ കാണുന്നത്. സോ ഈ പറഞ്ഞ സെൽഫ് റിലയൻറ്റ് ഇന്ത്യ എന്നൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഹെൽത്ത് സെക്ടറിൽ ഗവൺമെൻറ് സ്പെൻഡിങ് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. നമ്മുടെ പബ്ലിക് ഹെൽത്ത് സെക്ടർ ഇമ്പ്രൂവ് ചെയ്യാനും, അതുപോലെ ഡിസ്ട്രിക്ട് ലെവലിലെയും താലൂക്ക് ലെവലിലെയും ഹോസ്പിറ്റൽസിൻ്റെ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യാനും, അതുപോലെ ക്രിട്ടിക്കൽ കെയർ ഫെസിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാനും ഗവൺമെൻറ് ശ്രമിക്കുക. അതുപോലെ തന്നെ ഗവൺമെൻറ് ഊന്നൽ കൊടുക്കേണ്ട മറ്റൊരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത്. നമ്മൾ കണ്ടതാണ് ഈ ഇടയ്ക്ക് CBSE അവരുടെ സിലബസിൻ്റെ 30% ക്രോപ്പ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ മിക്ക സംസ്ഥാനത്തും സ്റ്റേറ്റ് ലെവലിൽ സ്കൂളുകൾ തുറക്കാനായിട്ട് കഴിയുന്നില്ല ഈ പറഞ്ഞ COVID-19 പാൻഡമിക് മൂലം. സോ ഇതിനു വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് ഓൺലൈൻ ക്ലാസ്സുകൾ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ DTH ചാനൽസും നമ്മൾ കണ്ടതാണ്, PM e-വിദ്യ എന്നൊക്കെ പറഞ്ഞ ഇനിഷ്യേറ്റീവ് കണ്ടാണ്. സോ ഇതുപോലുള്ള മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യുക. നമ്മൾ കേരളം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒരു മാതൃകാപരമായ ഒരു നടപടിയാണ് കേരള ഗവൺമെൻറ് കൈക്കൊണ്ടത്. വിക്ടേഴ്സ് ചാനൽ വഴി 1 മുതൽ 12 വരെയുള്ള കുട്ടികൾക്ക് അവിടെ പഠനത്തിനുള്ള സൗകര്യം ഗവൺമെൻറ് ഏർപ്പാടാക്കുന്നുണ്ട്. സോ ഇതുപോലുള്ള നടപടികൾ മറ്റ് സംസ്ഥാനത്തും തുടങ്ങാനായിട്ട് ഇനിഷ്യേറ്റീവ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇതിനുവേണ്ടി ആപ്പ് ഡെവലപ്പ് ചെയ്യാം, എഡ്യൂക്കേഷൻ ആപ്പുകൾ ഡെവലപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ സൈറ്റുകളോ അല്ലെങ്കിൽ ലൈബ്രറി പോലുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഗവൺമെൻറ്റിന് സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ പറയാൻ പറ്റുന്ന ഒന്നാണ് പ്രൊമോഷൻ ഓഫ് മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ. സോ നമുക്കറിയാം COVID-19 പാൻഡമിക് വന്ന ശേഷം ചൈനയിൽ നിന്ന് പല ഇൻവെസ്റ്റേഴ്സും മാനുഫാക്ചറിങ് ഹബ്സും മാറാനായിട്ട് ശ്രമിക്കുകയാണ്. ഇന്ത്യ നല്ലൊരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇൻവെസ്റ്റേഴ്സ് എല്ലാം ഇന്ത്യയിലേക്ക് അട്രാക്ട് ചെയ്യുകയും ഇന്ത്യയെ ഒരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറ്റാനായിട്ട് നമുക്ക് കഴിയുകയും ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാം, അതുപോലെ ഇന്ത്യയുടെ ഗ്രോത്തിന് ഇത് സഹായമാകും. സോ ദീസ് ആർ സം സജഷൻസ് ഓർ സൊല്യൂഷൻസ് ഫോർ സോൾവിങ് ദി ഇഷ്യൂസ് ഓർ ക്രിറ്റിസിസംസ് ഓഫ് ആത്മനിർഭർ ഭാരത് അഭിയാൻ പാക്കേജ് എന്ന് പറയുന്നത്. സോ സജഷൻസ് എഴുതുമ്പോഴും ഒരു 3-4 പോയിന്റ് എഴുതാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ആത്മനിർഭർ ഭാരത് അഭിയാൻ പാക്കേജിനെ പറ്റിയാണ്.
വരും ക്ലാസ്സുകളിൽ ഇന്ത്യൻ എക്കണോമിയിൽ നിന്നും കേരള എക്കണോമിയിൽ നിന്നും കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തും അല്ലാതെയുമുള്ള ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.